കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം സ്തുതിക്കപ്പെടട്ടെ. എല്ലാവരും ഇവിടേക്ക് വന്നിരുന്നാട്ടെ. ദൈവത്തിന് സ്തോത്രം. ഇവിടെ വന്നിരുന്നാട്ടെ എല്ലാവരും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. സ്നാനത്തെക്കുറിച്ചുള്ള ഒരു പഠനമാണ് ഇന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്. സാധാരണ ഉപവാസ പ്രാർത്ഥനയ്ക്ക് കടന്നു വരുമ്പോൾ നമ്മൾ പലവിധ വിഷയങ്ങൾക്ക് വേണ്ടി ജാഗരിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെയാണ് ചെയ്യുന്നത്. എന്നാൽ ഇന്നേ ദിവസം ഞായറാഴ്ച സ്നാനപ്പെടുന്ന നമ്മൾ കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ ഒരു പഠനം നടത്തുവാനാണ് നാം ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചിലരൂടെയൊക്കെ ഇനി കടന്നു വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. കരങ്ങളെ ഉയർത്തി സന്തോഷത്തോടെ നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. സ്നാനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് ദൈവസന്നിധിയിൽ നന്ദിയോടെ പറയാൻ കഴിയുന്ന ഒരു കാര്യം, സ്തോത്രം, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഒരു പ്രത്യേകമായ ഇടപെടൽ എൻ്റെ ശുശ്രൂഷ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ 1993 മുതൽ 97 വരെയുള്ള കാലഘട്ടത്തിലാണ് മൂവാറ്റുപുഴയ്ക്കടുത്ത് വാഴക്കുളം സഭയിൽ പാസ്റ്ററായിരുന്നു. അവിടെ ആയിരിക്കുന്ന സമയത്ത് ഒരു പ്രത്യേകമായ ദൈവിക ഇടപെടൽ എനിക്ക് ഉണ്ടാവുകയുണ്ടായി. ഞാൻ ഒരിക്കൽ ബസ്സിൽ ഇങ്ങനെ യാത്ര ചെയ്ത് പോകുമ്പോൾ ഒരു വേദവചനം ആരോ എവിടെയോ നിന്ന് പറയുന്നതായിട്ട് ഞാൻ കേട്ടു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായത്തിൽ പത്രോസ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നമ്മെപ്പോലെ പരിശുദ്ധാത്മാവ് ലഭിച്ച ഇവരെ സ്നാനപ്പെടുത്തിക്കൂടാതോണം വെള്ളം വിലക്കുവാൻ ആർക്ക് കഴിയും? ഈ ഒരു വചനം ഏതാണ്ട് ഒരാഴ്ചയോളം എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ ഒരു എക്കോ പോലെ മുഴങ്ങുകയാണ്. എവിടെയോ നിന്ന് ആരോ പറയുന്നതായിട്ട് ഞാൻ ഇങ്ങനെ കേൾക്കുകയാണ്. ഉണ്ണുമ്പോഴും യാത്ര ചെയ്യുമ്പോഴുമെല്ലാം ഈ വചനം എവിടെയോ നിന്ന് ആരാണ്ട് ഇങ്ങനെ വിളിച്ചു പറയുന്നതായിട്ട് ഞാൻ എൻ്റെ കാതിൽ കേൾക്കുകയാണ്. ഇത് ഊഹാപോഹമല്ല, എനിക്ക് വ്യക്തമായി അനുഭവപ്പെട്ട ഒരു അനുഭവമാണ്. അങ്ങനെയാണ് ഞാൻ ഇതേക്കുറിച്ച് പഠിക്കണമെന്നും ഒക്കെ താല്പര്യപ്പെടാൻ കാരണം. ഞാൻ അതേക്കുറിച്ച് പുസ്തകങ്ങളുമൊക്കെയും വാങ്ങി വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തു. അതിൻ്റെ നോട്ട് ഇങ്ങനെ കുറിച്ച് വന്നപ്പോൾ ഒത്തിരിയുണ്ട്. റിട്ടൺ പേജ് ഏതാണ്ട് ഒരു 10-40 പേജുണ്ട്. ഇത്രയും 10-40 പേജുള്ള ഒരു കാര്യം എഴുതി അച്ചടിച്ച് പ്രസിദ്ധീകരിക്കാൻ എന്നെ കൊണ്ട് സാധിക്കുകയില്ല. അതിനുള്ള സാമ്പത്തിക ശേഷി എനിക്ക് ഇല്ല. പക്ഷേ ദൈവം വിശ്വസ്തനായിരുന്നു. ഞാനത് ഭംഗിയായിട്ട് എഴുതി തയ്യാറാക്കിയ ശേഷം ഇവിടെ പാലാരിവട്ടത്തുള്ള മാമൻ ജോൺ എന്ന് പറയുന്ന ഒരു അച്ഛനുണ്ട്. അദ്ദേഹം കുവൈറ്റിൽ ദീർഘവർഷങ്ങൾ ജോലിയായിരുന്നു, അദ്ദേഹം ഭാര്യയും. അതിനുശേഷം അവർ തിരിച്ച് നാട്ടിൽ വന്ന് സെറ്റിലായി. അദ്ദേഹം ഇങ്ങനെ ട്രാക്റ്റുകളും ബുക്ക്ലെറ്റുകളൊക്കെ അച്ചടിച്ച് കൊടുക്കുന്നുണ്ട്. അവർ പ്രസിദ്ധീകരിച്ചിട്ടുള്ള പല ബുക്ക്ലെറ്റുകളും കൃപയാൽ ഞാൻ എഴുതിയിട്ടുള്ളതാണ്. അപ്പം ഞാൻ മാമൻ ജോണിച്ചാനെ കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു കാര്യം എഴുതിയിട്ടുണ്ട്, ഇതെങ്ങനെയാണെന്ന് അച്ചടിക്കുന്ന കാര്യം എന്നൊക്കെ ചോദിച്ചു. ഒന്ന് തന്നേ എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം അത് വാങ്ങി വായിച്ചു. അദ്ദേഹം അത് ഏറ്റെടുത്ത് ഇത് അച്ചടിച്ച് പ്രസിദ്ധീകരിക്കാൻ താല്പര്യപ്പെട്ടു. സ്തോത്രം. ഇതാണ് ആ ബുക്ക്ലെറ്റ്. സ്തോത്രം. ഒരു പ്രാവശ്യം 25,000 കോപ്പി വീതമാണ് പ്രിൻ്റ് ചെയ്യുന്നത്. ഒരു കോപ്പിക്ക് 2 രൂപ അക്കാലത്ത് പ്രസ്സിൽ വിലയാണ്. 8 പതിപ്പുകൾ ഇറക്കി 2 ലക്ഷം കോപ്പികൾ. എത്ര രൂപയായി? സ്തോത്രം. സൗജന്യമായിട്ട് കേരളത്തിലുടനീളം ഇത് വിതരണം ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഒരുപാട് പേർക്ക് സ്നാനം എന്തായിരുന്നു, എന്താണ് എന്ന് പഠിക്കാൻ ഈ പുസ്തകം സഹായമായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ ഇതിന് കോപ്പി കിട്ടാനില്ല. ദീർഘവർഷങ്ങൾക്ക് മുമ്പേ ഇത് തീർന്നു പോയതാണ്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ കേരളത്തിൽ ഒരുപാട് ചെറിയ ചെറിയ പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ ഈ ബുക്ക്ലെറ്റ് വായിക്കുകയും അവർ സ്നാനപ്പെടാൻ തീരുമാനിക്കുകയും ചെയ്തു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഒരുപാട് വ്യക്തികൾക്ക് ഇത് മാർഗനിർദ്ദേശമായി തീർന്നിട്ടുണ്ട്. സ്നാനം എന്താണ് എന്ന് സമഗ്രമായി പഠിക്കാൻ ഈ പുസ്തകം സഹായിക്കുകയാണ്. ഈ പുസ്തകത്തെ ആസ്പദമാക്കിയാണ് ഇന്ന് ഞാൻ ചില കാര്യങ്ങൾ ക്ലാസ് എടുക്കുവാൻ ആഗ്രഹിക്കുന്നത്. കരങ്ങളെ ഉയർത്തി നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം.
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങൾ വായിച്ചുകൊണ്ട് നമ്മുടെ പഠനം തുടങ്ങാം എന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്ന് അവരോട് ചോദിച്ചതിന് പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല എന്ന് അവർ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്ന് അവരോട് ചോദിച്ചു. പൗലോസ് ഗ്രാമങ്ങളിലൂടെ സുവിശേഷവുമായി പോവുകയാണ്. എഫസോസ് എന്ന ഒരു സ്ഥലത്തെത്തി. അവിടെ കുറേ ശിഷ്യന്മാരെ കണ്ടു. അവർ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവരോട് ചോദിച്ചു, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്ന് ചോദിച്ചു. അതിന് അവരെന്താ പറഞ്ഞത്? പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല. സ്തോത്രം. ക്രിസ്തീയ സ്നാനമായിരുന്നു എങ്കിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവെന്ന പേര് അവർ കേൾക്കുമായിരുന്നു. അതുകൊണ്ടാണ് പൗലോസ് ചോദിച്ചത്, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്ന് ചോദിച്ചു. അടുത്ത വാക്യം, പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല എന്ന് അവർ പറഞ്ഞു. എന്നാൽ ഏതായിരുന്നു നിങ്ങളുടെ സ്നാനം എന്ന് അവൻ അവരോട് ചോദിച്ചു. പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല എന്ന ആ മറുപടി കേട്ടപ്പോൾ പൗലോസിന്റെ അടുത്ത ചോദ്യം, ഏതായിരുന്നു നിങ്ങളുടെ സ്നാനം? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത് ഏതാണ് നമ്മുടെ സ്നാനം. സ്നാനത്തെക്കുറിച്ച് ഒരുപാട് ഉപദേശങ്ങളും ചിന്തകളും തെറ്റിദ്ധാരണകളുമൊക്കെ ആളുകൾക്കിടയിൽ പ്രചരിക്കുന്നുണ്ട്. പൊതുവെ പെന്തക്കോസ്തുകാരെ കുറിച്ച് ആളുകൾ അവഹേളിച്ച് വെറുതെ പറഞ്ഞു കൂട്ടാറുള്ളത്, വെള്ളത്തിൽ പിടിച്ച് മുക്കും, ദൈവത്തെ കണ്ടോടാന്ന് ചോദിക്കും, ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെയും പിടിച്ച് മുക്കും, അവസാനം ഗത്യന്തരമാകുമ്പോൾ കണ്ടേ എന്ന് പറയുമ്പോൾ ഇവനെ കയറ്റി വിടും. ഹലോ, നിങ്ങളൊക്കെ സ്നാനം സ്വീകരിച്ചിട്ടുള്ളവരാണ്. ചിലർ കണ്ടിട്ടുണ്ട് അങ്ങനെ പിടിച്ചു മുക്കി ദൈവത്തെ കണ്ടോടാന്ന് ചോദിക്കുന്നത് കണ്ടിട്ടുണ്ടോ? വെറുതെ അവഹേളിക്കാൻ പറയുന്ന പിടിച്ചു മുക്കുന്നേന്നാ. വെള്ളം കലക്കലായാലും തെളിഞ്ഞതായാലും വെള്ളത്തിൽ സ്നാനപ്പെട്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. വെള്ളത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ എന്നെ അയച്ചവൻ എന്നോട്. ദൈവത്തിന്റെ മഹത്വം. ഏതായിരുന്നു നിങ്ങളുടെ സ്നാനം? ക്രിസ്തീയ സഭയിൽ സ്നാനത്തെക്കുറിച്ച് ചില തെറ്റായ പഠിപ്പിക്കലുകൾ നിലനിൽക്കുകയാണ്. കൊടിക്കീഴിൽ സ്നാനം നടത്തുന്ന രക്ഷാസൈന്യം, സാൽവേഷൻ ആർമി എന്നൊരു വിഭാഗമുണ്ട്. അവൻ എൻ്റെ മേൽ പിടിച്ചിരുന്ന കൊടി സ്നേഹമായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവരുടെ കൊടിയുടെ കീഴിൽ കൂടെ കടന്നു പോയാൽ മതി എന്ന് വിചാരിക്കുന്ന ആളുകൾ. അതൊന്നും ഇന്ന് വളരുന്ന പ്രസ്ഥാനമല്ല, പൊതുവെ നാമവിശേഷമായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് എൻ്റെ തോന്നൽ. എന്തുമാകട്ടെ, ക്രിസ്തീയ സ്നാനം, സ്നാനത്തിലെ 2 പ്രധാന തെറ്റുകൾ ഞാൻ ചൂണ്ടിക്കാണിക്കാം. ഒന്ന്, വിശ്വാസമുള്ളവരെ മാത്രമേ സ്നാനപ്പെടുത്താവൂ. എത്ര വയസ്സായി എന്നുള്ളതല്ല, വിശ്വസിക്കാൻ പാകമായോ പ്രായമായോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. 85 വയസ്സായ ഒരു മനുഷ്യൻ സ്നാനപ്പെടണമെന്ന് പറഞ്ഞാലും ഞങ്ങൾ ചോദിക്കുന്നു, എന്താണ് സ്നാനമെന്ന് അങ്ങേക്കറിയാമോ? അതിൻ്റെ അർത്ഥവ്യാപ്തിയെക്കുറിച്ച്, അന്തസ്സത്തെക്കുറിച്ച് അങ്ങ് ഗ്രഹിച്ചിട്ടുണ്ടോ? പ്രൈസ് ദി ലോർഡ്. കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കിയിട്ട് വേണം സ്നാനം സ്വീകരിക്കാൻ. പ്രായമല്ല വിഷയം, വിശ്വാസമാണ് വിഷയം. കാരണം വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. വിശ്വസിക്കാതെ സ്നാനപ്പെട്ടിട്ടും കാര്യമൊന്നുമില്ല. അത് കേവലമായ ഒരു മുങ്ങൽ മാത്രമാണ്. വിശ്വസിച്ചുകൊണ്ട് വേണം സ്നാനം സ്വീകരിക്കാൻ. ആളുകൾ ഈ പറയാറുണ്ട്, കുടുംബമായി പലരും സ്നാനപ്പെട്ട ചരിത്രം ബൈബിളിലുണ്ടല്ലോ, അപ്പോൾ കുടുംബത്തിൽ കുഞ്ഞുങ്ങൾ കാണില്ലേ എന്നാണ്. സ്തോത്രം. കുടുംബത്തിൽ കുഞ്ഞുങ്ങൾ മാത്രമല്ല, കുടുംബം എന്ന് പറയുമ്പോൾ പൊടിക്കുഞ്ഞുങ്ങളും സ്നാനപ്പെട്ടു എന്ന് പറയുമ്പോൾ കുടുംബത്തിൽ പട്ടിയുണ്ട്, പശുവുണ്ട്, ഹലോ, പൂച്ചയുണ്ട്. ഇതൊക്കെ സ്നാനപ്പെട്ടെന്ന് പറയുമോ? സ്തോത്രം.
ശിശുക്കളെ സ്നാനപ്പെടുത്തുന്നത് ശരിയല്ല എന്ന് ഞങ്ങൾ പറയുന്നതിൻ്റെ പ്രസക്തമായ ഒരു കാരണം അവർക്കത് തിരിച്ചറിയുവാനുള്ള പ്രാപ്തിയായിട്ടില്ല എന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. തിരിച്ചറിവിനുള്ള പ്രാപ്തിയായവർ മാത്രമേ സ്നാനം സ്വീകരിക്കാവൂ. ബൈബിളിലെ വാക്യങ്ങളും തെളിവുകളും നാം പഠിച്ചാൽ പ്രൈസ് ദി ലോർഡ്. കട്ട് ചെയ്ത സ്തോത്രം. കുടുംബമായി സ്നാനപ്പെട്ടു, അതിൽ കുഞ്ഞുങ്ങൾ കാണില്ലേ? വിശ്വസിക്കാൻ പാകമാകാത്ത കുഞ്ഞുങ്ങളും അക്കൂട്ടത്തിൽ കാണില്ലേ എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് പറയാനുള്ള കാര്യം, ബൈബിളിൽ പറയുന്ന ഏത് സ്നാനത്തോടുള്ള ബന്ധത്തിലും അവർ വിശ്വസിക്കാൻ പാകമായിരുന്നു എന്നുള്ളതിൻ്റെ സുവ്യക്തമായ തെളിവുണ്ട്. പെന്തക്കോസ്ത് നാളിൽ 3000 പേർ രക്ഷിക്കപ്പെടുന്നു, അവർ സ്നാനപ്പെട്ട് സഭയോട് ചേരുന്നു. പക്ഷേ ആ വേദഭാഗം നമ്മൾ വായിച്ചാൽ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2:33 മുതലുള്ള വാക്യങ്ങളിൽ സ്തോത്രം, പത്രോസ് അവരോട് മാനസാന്തരപ്പെട്ട് സ്നാനമേൽപ്പീൻ എന്ന് പറയുകയാണ്. അവൻ്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. അപ്പോൾ സ്നാനപ്പെട്ടവരാരാണ്? ശിശുക്കളാണോ മുതിർന്നവരാണോ എന്നുള്ളതല്ല, അവൻ്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. ഷണ്ണൻ സ്നാനപ്പെട്ട കാര്യം നമുക്കറിയാം അല്ലേ? സ്തോത്രം. യെരൂശലേമിൽ ആരാധനയ്ക്ക് പോയിട്ട് തിരിച്ചു പോകുന്ന ഒരു ഷണ്ണൻ, എത്യോപ്യയിലെ ധനകാര്യമന്ത്രിയായിരുന്ന ആ മനുഷ്യൻ തേലിരുന്നു കൊണ്ട് ബൈബിൾ വായിച്ചു കൊണ്ടുപോവുക. തനിക്ക് കിട്ടിയത് പഴയ കാലത്ത് ഇങ്ങനെ ഭാഗമായിട്ടാണ് ബൈബിളുകൾ പഴയ കാലത്ത് ഇങ്ങനെ ഭാഗമായിട്ടാണ് ബൈബിൾ ലഭിച്ചു പോകുന്നത്. അദ്ദേഹത്തിന് അവിടെ പോയിട്ട് വന്നപ്പോൾ താൻ അവിടുന്ന് യെശയ്യാ പ്രവാചകൻ്റെ ഒരു ചുരുളാണ് വാങ്ങിച്ചുകൊണ്ട് പോയത്. താൻ തേരിലിരുന്നു കൊണ്ട് ആ ഭാഗം ഉറക്കെ വായിച്ചു കൊണ്ടുപോവുക മരുഭൂമിയിലൂടെ. ദൈവത്തിൻ്റെ ആത്മാവ് ഫിലിപ്പോസിനോട് പറഞ്ഞു, നീ എഴുന്നേറ്റ് തേരിനോട് ചേർന്ന് നടക്കാം. ഓടി ചെല്ലുമ്പോൾ അദ്ദേഹം തേരിലിരുന്നു കൊണ്ട് ഉറക്കെ വചനം പറയുന്നത് കേൾക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആ ഓടുന്ന ഓട്ടത്തിൽ തന്നെ ഫിലിപ്പോസ് അങ്ങോട്ട് ചോദിച്ചു, നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ? പ്രൈസ് ദി ലോർഡ്. അദ്ദേഹം തേരിലിരുന്നോട്ട് ഇങ്ങോട്ട് പറഞ്ഞു, ഒരുത്തൻ പൊരുൾ തിരിച്ചു തരാതിരുന്നാൽ എങ്ങനെ ഗ്രഹിക്കും? സ്തോത്രം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, എൻ്റെ വണ്ടിയിലോട്ട് കയറിയിരുന്നു. ഫിലിപ്പോസ് ആ ക്ഷണം സ്വീകരിച്ച് ഷണ്ണൻ്റെ ആ മന്ത്രിയുടെ വാഹനത്തിൽ കയറിയിരുന്നു. അവരിരുവരും ഇങ്ങനെ പോകുകയാണ്. ആ വായിച്ച വാക്യത്തെ ആസ്പദമാക്കിക്കൊണ്ട് അറുക്കുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ അവൻ വായെ തുറക്കാതെ ഇരുന്നു എന്നുള്ള യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം പറഞ്ഞുകൊണ്ട് യാത്രയാവുകയാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ പോകുമ്പോൾ ഷണ്ണൻ ഇങ്ങോട്ട് ചോദിക്കുകയാണ്, ഇതാ വെള്ളം, ഞാൻ സ്നാനമേൽക്കുന്നതിന് എന്തു വിരോധം? പ്രൈസ് ദി ലോർഡ്. സുവിശേഷമാണ് പറഞ്ഞത്. അപ്പോഴാണ് എനിക്ക് സ്നാനപ്പെടണമെന്ന് ഇങ്ങോട്ട് പറഞ്ഞത്. സുവിശേഷത്തിൽ സ്നാനമുണ്ട്. സ്നാനമില്ലാത്ത സുവിശേഷമല്ല, സുവിശേഷപ്രകാരമല്ലാത്ത സ്നാനവുമല്ല. പ്രൈസ് ദി ലോർഡ്. ഫിലിപ്പോസ് അവനോട് പറഞ്ഞ ഒരു വ്യവസ്ഥയുണ്ട്, നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നു എങ്കിൽ ആകാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ പറഞ്ഞു, എന്താ? ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നു. എന്താ സ്നാനപ്പെടേണ്ടതിൻ്റെ യോഗ്യത? പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നു. അതല്ലേ ചോദിച്ചത്? നീ വിശ്വസിക്കുന്നു എങ്കിലാകാം. അവനെന്താ പറഞ്ഞത്? ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ തേർ നിർത്തുവാൻ കൽപ്പിച്ചു. ഇരുവരും വെള്ളത്തിലിറങ്ങി. ഫിലിപ്പോസ് അവനെ സ്നാനപ്പെടുത്തി. ആരെയാ സ്നാനപ്പെടുത്തിയത്? പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിച്ചവനെയാണ് സ്നാനപ്പെടുത്തിയത്. ദൈവത്തിന് സ്തോത്രം. എഫെസോസിലെ ശിഷ്യന്മാരോട് പൗലോസ് സംവാദിക്കുന്ന ആ ഭാഗം ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ. സ്തോത്രം. ഹല്ലേലൂയ. അവിടെയും
അവർ പൗലോസ് പ്രസംഗിച്ച വചനം കേട്ട് ആ വചനം കൈക്കൊണ്ടവരാണ് സ്നാനം സ്വീകരിച്ചത്. ശൗലിൻ്റെ തന്നെ അനുഭവം നോക്കുക. പൗലോസിൻ്റെ അനുഭവം, ദമസ്കോസിൻ്റെ പടുവാതിക്കൽ വെച്ച് കർത്താവിൻ്റെ സന്ദർശനമുണ്ടായി. വാഹനമൃഗത്തിൽ താഴെ വീണ്, സ്തോത്രം, കണ്ണിൻ്റെ കാഴ്ച പോയി, ശരീരത്തിൻ്റെ ബലം പോയി, ചെയ്യാൻ കൊണ്ടുവന്ന പ്രോഗ്രാം ഷീറ്റ് പറന്നുപോയി, അധികാരപത്രം പാറിപ്പോയി, ഒന്നുമില്ലാത്തവനായി, കണ്ണ് കാണാത്തവനായി, ശരീരത്തിന് ബലമില്ലാത്തവനായി അവൻ ആ നേർവീതിയിൽ കിടക്കുമ്പോൾ അവൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, ഞാൻ എന്ത് ചെയ്യണം? അവൻ അനന്യാസ് എന്ന ഒരു ശിഷ്യനെ അവിടേക്ക് അയക്കുകയാണ്. അനന്യാസ് ചെന്ന് അവനോട് സുവിശേഷം പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. സുവിശേഷം പറഞ്ഞിട്ട് ഇങ്ങനെയാണ് അനന്യാസ് അത് കൺക്ലൂഡ് ചെയ്തത്, ഇനി താമസിക്കുന്നത് എന്ത്? എഴുന്നേറ്റ് നിന്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് സ്നാനപ്പെട്ട് കർത്താവിനെ സ്വീകരിക്കുക. ദൈവത്തിന് സ്തോത്രം. എഴുന്നേറ്റ് അവൻ്റെ നാമം വിളിച്ച് പ്രാർത്ഥിച്ച് സ്നാനമേറ്റ് നിന്റെ പാപങ്ങളെ കഴുകിക്കളയുക. അവൻ എഴുന്നേറ്റ് സ്നാനമേൽക്കുകയും ആഹാരം കൈക്കൊണ്ട് ബലം പ്രാപിക്കുകയും ചെയ്തു. സ്നാനത്തിലെ 2 പ്രധാന തെറ്റുകളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, വിശ്വാസമുള്ളവരെ മാത്രമേ സ്നാനപ്പെടുത്താവൂ. ശിശുക്കളെ നാം സ്നാനപ്പെടുത്താത്തതിൻ്റെ കാരണം അവർക്ക് വിശ്വസിക്കാൻ പ്രാപ്തിയില്ല എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കത്തോലിക്ക സഭ തുടങ്ങിയ പട്ടത്ത സഭകളാണ് ഈ ശിശുസ്നാനം നടപ്പാക്കിയിരിക്കുന്നത്. പക്ഷേ നമ്മൾ ഓർക്കണം, ശിശുസ്നാനം തുടങ്ങിയത് അഗസ്തീനോസിൻ്റെ കാലത്താണ്. AD 481 അദ്ദേഹം പറഞ്ഞു, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവനാണ് രക്ഷിക്കപ്പെടുന്നത്. പക്ഷേ ഈ കുഞ്ഞ് വളർന്ന് വിശ്വസിക്കാൻ പാകമാകുന്നത് വരെ ഇവൻ ജീവിച്ചിരിക്കുമെന്നുള്ളതിന് ഉറപ്പൊന്നുമില്ലല്ലോ. അതുകൊണ്ട് ഇവനെ ശിശുവായിരിക്കുമ്പോൾ തന്നെ സ്നാനപ്പെടുത്തി വിടാം. ശിശു മരിച്ചാൽ നരകത്തിൽ പോകുമല്ലോ എന്ന ഭ്രമം നാടുനീളെ പരക്കപ്പെട്ടപ്പോഴാണ് ശിശുസ്നാനത്തെക്കുറിച്ച് അഗസ്തീനോസ് ചിന്തിച്ചു തുടങ്ങിയത്. പക്ഷേ അക്കാലത്ത് ജീവിച്ചിരുന്ന തെർത്തുല്യൻ തുടങ്ങിയ വേദപണ്ഡിതന്മാർ, സഭാപിതാക്കന്മാർ അതിനെ ശക്തമായി നിഷേധിച്ചു. പ്രൈസല്ലോ. എന്തിനേറെ, ഈ അഗസ്തീനോസൊക്കെ പിന്നീടാണ് സ്നാനപ്പെട്ടത്. അഗസ്തീനോസ് പോലും തൻ്റെ 34-ാമത്തെ വയസ്സിലാണ് സ്നാനപ്പെട്ടത്. ജെറോം എന്ന സഭാപിതാവ് 20-ാമത്തെ വയസ്സിൽ, അംബ്രോസ് എന്ന സഭാപിതാവ് 34-ാമത്തെ വയസ്സിൽ ആണ് സ്നാനം സ്വീകരിച്ചത്. അതുപോലെ തന്നെ ക്ലെമന്റ്, അദ്ദേഹം 33-ാമത്തെ വയസ്സിലാണ് സ്നാനപ്പെട്ടത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ശിശുസ്നാനം തുടങ്ങിയ അഗസ്തീനോസ് പോലും ശൈശവപ്രായത്തിൽ സ്നാനപ്പെട്ടവനല്ല. തൻ്റെ അമ്മ മോനിക്ക ഒരു ക്രിസ്തീയ വിശ്വാസിയായിരുന്നു. പക്ഷേ അദ്ദേഹം ശിശുസ്നാനമല്ല, മുതിർന്ന സ്നാനമാണ് സ്വീകരിച്ചത്. കത്തോലിക്ക സഭയ്ക്ക് 7 കൂദാശകളുണ്ട്. കൂദാശ എന്ന വാക്കിൻ്റെ അർത്ഥം വിശുദ്ധ കർമ്മം എന്നാണ്. ഒരു മനുഷ്യൻ വിശുദ്ധീകരണത്തിൽ പൂർണ്ണതയിലെത്തേണ്ടതിന് കത്തോലിക്ക സഭ ഔദ്യോഗികമായി കൽപ്പിച്ചാക്കിയിരിക്കുന്ന 7 കൂദാശകളുണ്ട്. 1, മാമോദിസ. 2, മൂറോൻ തൈലം അഥവാ സ്ഥൈര്യലേപനം. നിങ്ങൾ ഓർമ്മയുണ്ടോ? നെറ്റിയരിഞ്ഞ് തൂക്കുമായിരുന്നു. പരിശുദ്ധാത്മാവിനെ കിട്ടി എന്നുള്ളതിൻ്റെ സൂചകമായി എണ്ണ പൂശുന്നതാണ് ഈ സ്ഥൈര്യലേപനം എന്ന് പറയുന്നത്. 7 കൂദാശകൾ. 1, മാമോദിസ. 2, മൂറോൻ തൈലം. 3, കുംഭസാരം. 4, കുർബാന. 5, പൗരോഹിത്യം. 6, വിവാഹം. 7, അന്ത്യകൂദാശ അഥവാ രോഗീലേപനം, വേണ്ടുന്നതെത്തിക്കൽ എന്ന് പറയുന്ന അക്കാര്യം. ഈ 7 കൂദാശകളും സ്വീകരിച്ചു കൊണ്ട് ഒരുവൻ മരിച്ചാൽ സ്വർഗത്തിൽ പോകുമെന്നാണ്. പക്ഷേ മരിച്ചതിന് ശേഷം പുള്ളിക്ക് വേണ്ടി വർഷം തോറും കുർബാന ചൊല്ലി മുകളിലോട്ട് കയറ്റാനുള്ള വിദ്യ, ഒരു ചെപ്പടി വിദ്യ നടപ്പാക്കുന്നു എന്നുള്ളത് അതിനേക്കാൾ ഭോഷത്വവും രസകരവുമായ കൗതുകകരമായ ഒരു കാര്യം. ഈ 7 കൂദാശകൾ ഒരു മനുഷ്യൻ വിശുദ്ധീകരണത്തിന് പൂർണ്ണത പ്രാപിക്കേണ്ടതിന് വേണ്ടി
കത്തോലിക്ക സഭ അവലംബിച്ച് വരുന്ന ഈ 7 കൂദാശകൾ പൂർണ്ണമായി പാലിക്കാൻ ഒരു കത്തോലിക്ക സഭയിലുള്ള വിശ്വാസിക്കും സാധിക്കുന്നില്ല. കാരണം ആ 7 കൂദാശയിൽപ്പെട്ട ഒരു കൂദാശയാണ് പട്ടത്വം. പട്ടത്വം വിശ്വാസികൾക്ക് ഇല്ല. വിശ്വാസികൾക്ക് പട്ടത്വമില്ല. മറ്റൊന്നാണ് വിവാഹം. പുരോഹിതന് വിവാഹം ചെയ്യാനും അനുവാദമില്ല. മനസ്സിലാവുന്നുണ്ടോ? പുരോഹിതന് വിവാഹം ചെയ്തുകൂടാ, വിശ്വാസികൾക്ക് പട്ടത്വം സ്വീകരിച്ചുകൂടാ. അങ്ങനെയെങ്കിൽ 6 കൂദാശ മാത്രമേ ആ നിലയിൽ ഏതൊരു വ്യക്തിക്കും അവിടെ സ്വീകരിക്കാൻ സാധിക്കുന്നുള്ളൂ. കൂദാശകൾ സമ്പൂർണ്ണമായി സ്വീകരിച്ചു പോയാലാണ് സ്വർഗത്തിൽ പോകുന്നതെന്ന് പറയുന്നത്. ആ ഉപദേശപ്രകാരം 7 കൂദാശയെ സ്വീകരിക്കാൻ ആർക്കും സാധിക്കുന്നില്ല. ഈ 7 കൂദാശ, അതിൽ ഒരു കൂദാശയാണ് വിവാഹം, വേറൊരു കൂദാശയാണ് അപ്പവീഞ്ഞുകളുടെ പങ്കെടുക്കൽ എന്ന കുർബാന. ശിശു സ്നാനപ്പെടുത്തിയല്ലോ, ശിശുവിനെ മാമോദീസ മുക്കിയല്ലോ. എന്തുകൊണ്ട് ശിശുവിന് അപ്പവീഞ്ഞ് കൊടുക്കുന്നില്ല? ശിശുവിനെ കൊണ്ട് ശൈശവവിവാഹം നടത്തുന്നില്ല? അപ്പവീഞ്ഞുകൾ ശിശുവിന് കൊടുക്കാത്തതിന് ന്യായീകരണമായി പറയുന്നൊരു കാര്യം, ആ കുഞ്ഞിനതെന്താണെന്ന് മനസ്സിലാക്കാനുള്ള പക്വതയായിട്ടില്ല. അപ്പവും വീഞ്ഞും ആ കുഞ്ഞിന് കൊടുത്താൽ എന്താണ് ഇതിൻ്റെ അർത്ഥമെന്ന് ഗ്രഹിപ്പാനുള്ള പ്രാപ്തി ആ കുഞ്ഞിനില്ലെന്ന്. അത് തന്നെയാണ് ഞങ്ങൾ തിരിച്ചു ചോദിക്കുന്നത്. അതിനേക്കാൾ വളരെ ഗൗരവമേറിയ യേശു ക്രിസ്തുവിൻ്റെ മഹത്തായ കൽപ്പനയാകുന്ന, ക്രിസ്തു കാണിച്ചെന്ന് മാതൃകയാകുന്ന ആദിമസഭയുടെ നടപടിക്രമത്തിലൊന്നായിരുന്ന വിശ്വാസ സ്നാനം സ്വീകരിക്കുന്ന വ്യക്തിക്ക് അത് എന്താണ് എന്ന് തിരിച്ചറിയാനുള്ള പക്വത വേണമെങ്കിൽ 56 ദിവസം പ്രായമുള്ള ഒരു കുഞ്ഞിന് അതിന് പക്വത വന്നിട്ടില്ലായക കൊണ്ട് തന്നെ ശിശുക്കളെ സ്നാനപ്പെടുത്തുന്നത് ശരിയല്ല എന്ന് ഞാൻ പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. സ്നാനത്തിലെ 2 തെറ്റ്. ഒന്ന്, വിശ്വാസമുള്ളവരെ മാത്രമേ സ്നാനപ്പെടുത്താവൂ. പ്രായമല്ല വിഷയം, വിശ്വസിക്കാൻ പാകമാകണം. എനിക്ക് വേണ്ടി വേറൊരാള് വിശ്വസിച്ചിട്ട് കാര്യമില്ല. തലത്തൊട്ടപ്പനെന്നോ തലത്തൊട്ടമ്മയെന്നൊക്കെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അപ്പൻ പച്ചമുന്തിരിങ്ങ തിന്നാൽ മകൻ്റെ പല്ല് പുളിക്കുമോ? യിരെമ്യാ പ്രവചനത്തിലും യെഹെസ്കേൽ പ്രവചനത്തിലും ദൈവം ആ വചനം പറയുന്നുണ്ട്. അപ്പന്മാർ പച്ചമുന്തിരിങ്ങ തിന്നാൽ മക്കളുടെ പല്ല് പുളിക്കുമോ? കുഞ്ഞാഹാരം കഴിക്കേണ്ടതിന് പകരം അപ്പനാഹാരം കഴിച്ചാൽ കുഞ്ഞിന് ബലം കിട്ടുമോ? വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവനാണ് രക്ഷിക്കപ്പെടുന്നത്. അതിനെ വേറൊരു വാക്കിൽ ഞാൻ വിവരിക്കാം. പഠിക്കുകയും പരീക്ഷ എഴുതുകയും ചെയ്യുന്നവൻ ജയിക്കും. പഠിക്കാത്തവൻ പരീക്ഷ എഴുതിയാലും ജയിക്കൂല. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവനാണ് രക്ഷിക്കപ്പെടുന്നത്. വിശ്വസിക്കാത്തവൻ സ്നാനപ്പെട്ടിട്ടും കാര്യമൊന്നുമില്ല. സ്നാനത്തിലെ 2ാമത്തെ തെറ്റ്, കുഞ്ഞിനെ മാമോദിസ മുക്കി എന്നാ പറയുന്നത്. കുഞ്ഞിനെ മാമോദിസ മുക്കി. മുങ്ങുക എന്ന് പറയുന്നത് സ്വമനസ്സോടെ നടക്കുന്നൊരു കാര്യം. മുക്കുക എന്നുള്ളത് ബലപ്രയോഗത്തിലൂടെ നടത്തുന്നൊരു കാര്യം. കൊച്ചിനെ മാമോദിസ മുക്കി എന്ന് പറയുന്നത് വേറൊരാൾ നിർബന്ധത്താൽ അതിൻ്റെ മേൽ ചെലുത്തുന്ന ഒരു കാര്യമാണ്. അല്ലേ? സ്തോത്രം. ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞത് ശിശുസ്നാനം തെറ്റാണ് എന്നുള്ളതിൻ്റെ തെളിവുകളാണ്. ഇനി കുഞ്ഞിനെ മാമോദിസ മുക്കി എന്ന് പറഞ്ഞിട്ട് കുഞ്ഞിനെ മാമോദിസ മുക്കിയില്ല, തലയെ തളിച്ചതേ ഉള്ളൂ. പറഞ്ഞതെന്താ? കുഞ്ഞിനെ മാമോദിസ മുക്കി. ചെയ്തതെന്താ? തലയിൽ വെള്ളം തളിച്ചു. ഈ തളിപ്പീരെല്ലാം കളിപ്പീരാണ്. തളിച്ചാൽ മതിയായിരുന്നെങ്കിൽ ഷണ്ണൻ മരുഭൂമി തനിക്ക് കുടിക്കാൻ കൂജയിൽ വെള്ളം ഇരിപ്പുണ്ടായിരുന്നല്ലോ. ആ വെള്ളം എടുത്ത് ഇങ്ങനെ തളിച്ചാൽ മതിയായിരുന്നല്ലോ. കുടിക്കാൻ കൂജയിൽ വെച്ചിരിക്കുന്ന കുറച്ച് വെള്ളം എടുത്ത് ഫിലിപ്പോസിന് ഷണ്ണൻ്റെ തലയിൽ തളിക്കാമായിരുന്നു. പക്ഷേ ഇരുവരും
വെള്ളത്തിൽ ഇറങ്ങി. വെള്ളത്തിൽ ഇറങ്ങി. സ്തോത്രം. നിങ്ങൾ നോക്കൂ, വെള്ളത്തിൽ ഇറങ്ങി എന്നുള്ള ആ വചനത്തിൻ്റെ പ്രസക്തി. പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തു സ്നാനപ്പെട്ടതിനെ കുറിച്ച് വായിക്കുന്നത്, സ്തോത്രം, മത്തായി സുവിശേഷം 3:16 യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി. When he came out of the water, വെള്ളത്തിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ. വെള്ളത്തിൽ ഇറങ്ങിയില്ലേ അല്ലേ? ഷണ്ണന്റെ സ്നാനം, ഇതാ വെള്ളം. സ്നാനമേൽക്കുന്നതിന് എന്തു വിരോധം? നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നെങ്കിലാകാം. തേർ നിർത്തുവാൻ കൽപ്പിച്ചു. അവർ ഇരുവരും വെള്ളത്തിൽ ഇറങ്ങി. അടുത്ത ഭാഗം, വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ പരിശുദ്ധാത്മാവ് അവനെ എടുത്തുകൊണ്ടുപോയി. പിന്നെ അവനെ അസ്തോദിൽ കണ്ടു. മത്തായി സുവിശേഷം 3:11 ഞാൻ മാനസാന്തരത്തിനായി നിങ്ങളെ വെള്ളത്തിൽ സ്നാനപ്പെടുത്തുന്നു. മർക്കോസ് 1:3 നമ്മളത് കാണാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. യോഹന്നാൻ 1:28 വായിച്ചാട്ടെ. ഇത് യോർദാനക്കരെ യോഹന്നാൻ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്ന ബെഥാനിയിൽ സംഭവിച്ചു. ആമേൻ. സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്ന ബെഥാനിയിൽ സംഭവിച്ചു. 3:23 യോഹന്നാനും ശലേമിന് അരികത്ത് ഐനോനിൽ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്നു. അവിടെ വളരെ വെള്ളമുണ്ടായിരുന്നു. ഹലോ, അപ്പൊ സ്നാനം എവിടെയാണ് നടന്നത്? അവിടെ വളരെ വെള്ളമുണ്ടായിരുന്നു. വെള്ളത്തിൽ ഇറങ്ങിയുള്ള സ്നാനമാണ് ശരിയായ സ്നാനം എന്ന് പറയുന്നത്. ദൈവത്തിന് മഹത്വം. സ്തോത്രം. അപ്പൊ സ്നാനത്തിലെ 2 തെറ്റ്. ഒന്ന്, ശിശുവിനെ സ്നാനപ്പെടുത്തുന്നത് തെറ്റാണ്. കാരണം എന്താ? അതിന് വിശ്വസിക്കാനുള്ള പക്വതയായിട്ടില്ല. 2, സ്നാനം എന്ന് പറഞ്ഞിട്ട് കൊച്ചിനെ മുക്കി എന്ന് പറഞ്ഞിട്ട് വെള്ളം തളിച്ചാൽ പോരാ, ജലത്തിൽ പൂർണ്ണമായി മുങ്ങണം. സ്നാനം എന്നുള്ളതിൻ്റെ മൂലഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന പല പദപ്രയോഗങ്ങളുണ്ട്. നല്ലൊരു പാട്ട് പാടിയാട്ടെ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നാരിതാ വരും ചേർന്ന് പാടിയാട്ടെ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ബൈബിളിലെ പുതിയ നിയമം എഴുതിയത് ഗ്രീക്ക് ഭാഷയിലാണ്. ഓരോ കാര്യത്തിനും അർത്ഥവ്യത്യാസങ്ങൾ ഉള്ളതുകൊണ്ട് സമാന അർത്ഥമുള്ള പദങ്ങൾ പലതും ഉള്ളതുകൊണ്ട് ഓരോന്നും തരംതിരിച്ചാണ് ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഞാൻ ചില പദങ്ങൾ പറയാം. റാൻഡിറ്റ്സോ എന്നൊരു പദമുണ്ട്. അതിന് കഴുകുക, തളിക്കുക എന്നാണ് അർത്ഥം. മർക്കോസ് 7:4, വെളിപ്പാട് 19:13, എബ്രായ ലേഖനം 9:13, 19, 21. ഇവിടെയൊക്കെ കഴുകുക എന്നുള്ള പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. റാൻഡിറ്റ്സോ. മറ്റൊന്ന് എപ്പിക്കോ എന്നൊരു പദമാണ്. അതിന് ഒഴിക്കുക, പകരുക എന്ന പദമാണ്. ലൂക്കോസ് 10:34, അപ്പോസ്തലപ്രവൃത്തി 12:17, 12 വാക്യങ്ങൾ. അവിടെ എണ്ണയും വീഞ്ഞും
പകർന്നു എന്ന പദമാണ് ഉപയോഗിച്ചത് അല്ലേ? അതിന് പദം എപ്പിക്കോ എന്ന പദമാണ്. കുളിക്കുക എന്നുള്ളതിന് ലൂവോ എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. യോഹന്നാൻ 13:10 കുളിച്ചിരിക്കുന്നവന് സകലവും ശുദ്ധമാണ് അല്ലേ? കർത്താവേ, എൻ്റെ കയ്യും കാലും മാത്രമല്ല തലയും കൂടെ കഴുകണമേ എന്ന് ശീമോൻ പറയുമ്പോൾ യേശു പറയാണ്, എന്താ, കുളിച്ചിരിക്കുന്നവന് കാലല്ലാതെ കഴുകുവാൻ ആവശ്യമില്ല. കുളിച്ചിരിക്കുന്നു. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം ലൂവോ എന്ന പദമാണ്. എന്നാൽ ക്രിസ്തീയ സ്നാനത്തെക്കുറിച്ച് പറയുന്നിടത്തെല്ലാം ഇമേർഷൻ, ടു സബ്മർജ് എന്നുള്ള പദങ്ങൾ, നിമഗ്നമാക്കുക എന്നർത്ഥമുള്ള പദങ്ങൾ ഉപയോഗിക്കുന്ന എല്ലാ ഭാഗത്തും ബാപ്റ്റിസോ അല്ലെങ്കിൽ ബാപ്റ്റിസ്മ എന്ന പദമാണ് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പുതിയ നിയമം എഴുതിയത് ഗ്രീക്ക് ഭാഷയിലാണ് അല്ലേ? പകരുക, കുളിക്കുക, തളിക്കുക, ഇതിനെല്ലാം വേറെ പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ നിമജ്ഞന സ്നാനത്തെക്കുറിച്ച് ബൈബിളിൽ പറയുന്നിടത്തെല്ലാം ബാപ്റ്റിസോ അല്ലെങ്കിൽ ബാപ്റ്റിസ്മ എന്ന പദമാണ് പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൽ നിന്നാണ് ബാപ്റ്റിസം എന്ന ബാപ്റ്റിസം എന്ന ഇംഗ്ലീഷ് പദം വന്നിരിക്കുന്നത്. കരങ്ങളെ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഇനി സ്നാനം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് പറയുമ്പോൾ അതിന് ഉപോത്ബലകമായ 5 കാര്യങ്ങൾ ഞാൻ നിരത്തിവെക്കാൻ ഇവിടെ ആഗ്രഹിക്കുന്നു. സ്നാനം അത്യാവശ്യമാണ്. അനാവശ്യം, ആവശ്യം, അത്യാവശ്യം. എല്ലാവരും പറഞ്ഞു നോക്കിയേ 3 പദങ്ങൾ: അനാവശ്യം, ആവശ്യം, അത്യാവശ്യം. നമ്മൾ അതിനെ കാര്യങ്ങളെ അങ്ങനെയാണ് പൊതുവെ വിലയിരുത്താറുള്ളത്. ഹലോ, നിങ്ങൾ ഉച്ചയ്ക്ക് ആഹാരം കഴിച്ചാ? എന്നാലും ടൗണിൽ ചെല്ലുമ്പം ഹലോ എന്താ ഇവിടുത്തെ ഒരു ഹോട്ടലിൽ എന്താ എയർപോർട്ടിൽ വരുമ്പം വയറ് നിറച്ച് അപ്പാട് കഴിക്കുക. അന്നേരം പറയാം, നമുക്ക് ഫ്ലോറയിൽ കയറി ഒരു ബിരിയാണി അടിച്ചേക്കാം. ഹലോ, ആളുകൾ പറയടാ, അതൊരു അനാവശ്യമാണ് അല്ലേ? ഇനി വേണമെങ്കിൽ ഒരു ജ്യൂസ് കുടിച്ചേക്കാം, അത് ചിലപ്പോൾ ഒരു ആവശ്യമായിരിക്കും. എന്നാൽ വിശന്നു വലഞ്ഞിരിക്കുന്നവന് ഉച്ചയ്ക്ക് ആഹാരം കഴിക്കുക എന്നുള്ളത് അത്യാവശ്യമാണ്. അനാവശ്യം, ആവശ്യം, അത്യാവശ്യം. സ്നാനം അനാവശ്യമല്ല, ആവശ്യമല്ല, അത്യാവശ്യമാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ 5 സുപ്രധാന കാരണങ്ങൾ ഞാനിവിടെ വിവരിപ്പാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. 1, ക്രിസ്തുവിൻ്റെ അതിമഹത്തായ കൽപ്പനയാണ് സ്നാനം എന്നുള്ളത്. സ്തോത്രം. മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ 18 മുതലുള്ള വാക്യങ്ങളിൽ കർത്താവ് ശിഷ്യന്മാർക്ക് നൽകുന്ന ആദ്യ കൽപ്പനയാണ്. യേശു അടുത്ത് ചെന്നു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും. അടുത്തത്, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. കർത്താവിൻ്റെ സ്തോത്രം. അതിൻ്റെ ശരിയായ തർജിമ, പ്രൈസ് ദി ലോർഡ്, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് സകല ജാതികളെയും ശിഷ്യരാക്കി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവരെ സ്നാനപ്പെടുത്തി ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ളതൊക്കെയും പ്രമാണിപ്പാനായി അവരെ പഠിപ്പിച്ചു കൊണ്ടിരിപ്പീൻ എന്നാണ്. മനസ്സിലായോ? സ്തോത്രം. ശിഷ്യരാക്കിയിട്ടാണ് സ്നാനപ്പെടുത്തുന്നത്, അല്ലാതെ സ്നാനപ്പെടുത്തി ശിഷ്യരാക്കുകയല്ല. ശരിയായ പരിഭാഷയിൽ എന്താണ്? ശിഷ്യരാക്കി സ്നാനപ്പെടുത്തിക്കൊള്ളുവീൻ എന്നുള്ളതാണ്. ക്രിസ്തുവിൻ്റെ അതിമഹത്തായ കൽപ്പനയാണ് സ്നാനം. യേശു പറഞ്ഞു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 15-ാമത്തെ വാക്യം. യോഹന്നാൻ
നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. സ്നാനം യേശു ക്രിസ്തുവിൻ്റെ കൽപ്പനയാണ്. കർത്താവ് പറയാണ്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എന്തു ചെയ്യും? നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. 1 യോഹന്നാൻ 2:4, 5:3. 1 യോഹന്നാൻ 2:4, അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു, സത്യം അവനിലില്ല. 5:3 നമ്മൾ വായിക്കുന്നത് അവൻ്റെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല. സ്തോത്രം. സ്നാനപ്പെടുന്നത് ഏതോ ഭാരമുള്ള കാര്യമല്ല, അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതല്ലോ ദൈവത്തോടുള്ള സ്നേഹം. അവൻ്റെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല. സ്തോത്രം. കല്ല് ചുമന്നുകൊണ്ട് പള്ളിക്ക് ചുറ്റും നടക്കുന്നതോ, കൈ പുറകിലോട്ട് കെട്ടിക്കൊണ്ട് പള്ളിക്ക് ചുറ്റും ഇങ്ങനെ ഉരുളുന്നതോ, എടുക്കാൻ പറ്റാത്ത ഒരു കുരിശ് ചുമന്നുകൊണ്ട് മലമുകളിലോട്ട് നടന്നു പോകുന്നതോ ഒക്കെ കായക്ലേശമുള്ള കാര്യമാണ്. പക്ഷേ യേശുവിൻ്റെ കൽപ്പനയാകുന്ന വിശ്വാസ സ്നാനം സ്വീകരിക്കുന്നതിൽ യാതൊരു ഭാരവുമില്ല. അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതല്ലോ ദൈവത്തോടുള്ള സ്നേഹം. അവൻ്റെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ കൽപ്പനയാണ് സ്നാനം. ചില ഉദാഹരണങ്ങൾ പറയാം. യോനയെ വിഴുങ്ങുവാൻ ദൈവം ഒരു മത്സ്യത്തോട് കൽപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. യോന 1:7, 2:10. യോന വിഴുങ്ങാൻ ദൈവം ഒരു മത്സ്യത്തോട് കൽപ്പിച്ചു. ഏലിയാവിന് ആഹാരം കൊണ്ടു കൊടുക്കാൻ ദൈവം ഒരു കാക്കയോട് കൽപ്പിച്ചു. യോന പോയിരുന്ന ആവണക്ക്, തലയ്ക്ക് തണലായിരിക്കാൻ വേണ്ടി ഉണ്ടായ ആ ആവണക്ക്, യോന തലയ്ക്ക് തണലിന് വേണ്ടി ചെന്നിരുന്ന ആവണക്ക് കുത്തിക്കളയാൻ ദൈവം ഒരു പുഴുവിനോട് കൽപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പം ദൈവത്തിൻ്റെ കൽപ്പന കാക്ക അനുസരിച്ചു, പുഴു അനുസരിച്ചു, മീൻ അനുസരിച്ചു. മനുഷ്യ, നിനക്ക് മാത്രം ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കേണ്ടതില്ലെന്നോ? അവൻ്റെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല. പ്രൈസ് ദി ലോർഡ്. നിനക്ക് ചെയ്യാൻ കഴിയാത്ത ഒരു വലിയ കാര്യമല്ല സ്നാനം എന്നുള്ളത്. 50,000 രൂപയുടെ പണച്ചെലവില്ല, 5 പൈസയുടെ ചെലവില്ല. പ്രൈസ് ദി ലോർഡ്. സ്നാനത്തിന് പണച്ചെലവില്ല. സ്നാനത്തിന് ആവശ്യം നിന്റെ വിശ്വാസവും വിധേയത്വവുമാണ്. യേശുവിനെ സ്നേഹിക്കുന്നെങ്കിൽ അവൻ്റെ കൽപ്പനകളെ കാത്തു. മനുഷ്യൻ എന്തു പറയുന്നു എന്നുള്ളതല്ല, മാമൂലികൾ, പാരമ്പര്യങ്ങൾ എന്തു പറയുന്നു എന്നുള്ളതല്ല. ക്രിസ്ത്യാനിക്ക് പ്രധാനം ക്രിസ്തു എന്ത് കൽപ്പിച്ചു എന്നുള്ളതാണ്. ഹല്ലേലൂയ. ക്രിസ്തു കൽപ്പിച്ചു എന്താ? സ്നാനപ്പെടുത്താൻ. സ്തോത്രം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, യേശു ക്രിസ്തു കാണിച്ചു തന്ന മാതൃകയാണ് സ്നാനം. ഹലോ, യേശു ക്രിസ്തു കാണിച്ചു തന്ന മാതൃകയാണ്. യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനമേൽക്കുവാൻ വേണ്ടി യേശു യോർദാൻ കരെ അവന്റെ അടുക്കൽ വന്നു എന്നാണ് വായിക്കുന്നത്. ഗലീലിലെ നസ്രത്തിൽ നിന്ന് യെരുശലേമിലെ യോർദാനിലേക്ക് 90 കിലോമീറ്റർ ദൂരമുണ്ട്, 60 മൈൽ ദൂരമുണ്ട്. ഇത്രയും വലിയ ദൂരം യേശു കാൽനടയായി നടന്നു വന്നു. പ്രൈസ് ദി ലോർഡ്. എന്ത്? സ്നാനത്തിൻ്റെ അതീവ പ്രാധാന്യത ക്രിസ്തുവിൽ നാം കാണുകയാണ്. ക്രിസ്തുവും സ്നാനവും തമ്മിലുള്ള ആ വലിയ ബന്ധം നിങ്ങൾ നോക്കണം. ഒന്ന്, യേശു സ്നാനമേറ്റു. 2, സ്നാനപ്പെടുത്തുവാൻ യേശു കൽപ്പിച്ചു. 3, യേശു സ്നാനപ്പെടുത്തി.
യേശു സ്നാനപ്പെടുത്തിയെന്നോ? വായിക്കാം. യോഹന്നാൻ 3:26, 4:1. അവർ യോഹന്നാന്റെ അടുക്കൽ വന്ന് അവനോട്, റബ്ബി, യോർദാൻ അക്കരെ നിന്നോട് കൂടെ ഇരുന്നവൻ, നീ സാക്ഷീകരിച്ചിട്ടുള്ളവൻ തന്നെ ഇതാ സ്നാനം കഴിപ്പിക്കുന്നു. ആരാ സ്നാനം കഴിപ്പിക്കുന്നേ? പറഞ്ഞേ. നീ സാക്ഷീകരിച്ചിട്ടുള്ളവൻ. സ്തോത്രം. 4:1. യേശു യോഹന്നാനേക്കാൾ അധികം ശിഷ്യന്മാരെ ചേർത്ത് സ്നാനം കഴിപ്പിക്കുന്നു എന്ന് പരീശന്മാർ കേട്ടു എന്ന് കർത്താവ് അറിഞ്ഞപ്പോൾ. ആദ്യം യേശു സ്നാനപ്പെടുത്തി. എന്നാൽ കൂടുതൽ പേർ സ്നാനത്തിനായിട്ട് വന്നപ്പോൾ വേറെ ശിഷ്യന്മാരെ നിർത്തി അവരെ കൊണ്ട് യേശു സ്നാനപ്പെടുത്തിച്ചു. ഹലോ, സ്നാനത്തിൻ്റെ അതീവ പ്രാധാന്യത നാം ക്രിസ്തുവിൽ കാണുകയാണ്. ഒന്ന്, യേശു സ്നാനപ്പെട്ടു അല്ലേ? 90 കിലോമീറ്റർ ദൂരം നടന്നു വന്ന് യേശു സ്നാനപ്പെട്ടു. 2, സ്നാനപ്പെടുത്തുവാൻ യേശു കൽപ്പിച്ചു. 3, യേശു തന്നെ നേരിട്ട് സ്നാനപ്പെടുത്തി. 4, കൂടുതൽ പേര് വന്നപ്പോൾ ശിഷ്യന്മാരെ നിർത്തി യേശു സ്നാനപ്പെടുത്തിപ്പിച്ചു. ഇതെല്ലാം സ്നാനത്തിൻ്റെ കൽപ്പന, അതിൻ്റെ പ്രാധാന്യത ക്രിസ്തുവിൽ നാം കാണുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ നിന്ന് ശ്രദ്ധിച്ച നിങ്ങൾ കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. യേശുവിൻ്റെ ആ സ്നാന സന്ദർഭം നാം പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. 90 കിലോമീറ്റർ ദൂരം നടന്നു വന്ന് യേശു സ്നാനപ്പെട്ടു എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ പ്രാധാന്യത നാം മനസ്സിലാക്കണം. അവൻ നമുക്ക് നല്ലൊരു മാതൃക വച്ചേച്ചു പോയിരിക്കുന്നു. നാം അവൻ്റെ കൽപ്പനകളെ, കാലടികളെ പിന്തുടരുവാൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. 90 കിലോമീറ്റർ ദൂരം നടന്നു വന്ന് തൻ്റെ സൃഷ്ടിയായ യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനപ്പെടുത്തുവാൻ, തൻ്റെ സൃഷ്ടിയായ യോഹന്നാന്റെ കൈക്കീഴ് സ്നാനപ്പെടുവാൻ യേശു തൻ്റെ റബിത്വത്തിൻ്റെ പുറം കുപ്പായം ഉരിഞ്ഞു വെച്ച് ആ നദിയിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. യോഹന്നാൻ അവനെ വിലക്കി, നിന്നാൽ സ്നാനമേൽക്കുവാൻ എനിക്ക് ആവശ്യം, പിന്നെ നീ എൻ്റെ അടുക്കൽ വരുന്നുവോ? വാസ്തവത്തിൽ യേശുവിന് സ്നാനം ആവശ്യമുണ്ടായിരുന്നില്ല. കാരണം യോഹന്നാൻ നടത്തിയിരുന്ന സ്നാനം മാനസാന്തര സ്നാനമാണ്. മാനസാന്തരം ആവശ്യമുള്ളത് പാപികൾക്കാണ്. ഒരു തെറ്റ് പറ്റിപ്പോയി എന്ന് പശ്ചാത്തപിക്കുന്നത് ഒരു പാപിയല്ലേ, കുറ്റബോധമുള്ളവനല്ലേ? എന്നാൽ യേശു പാപിയല്ല. ബൈബിളിലെ വാക്യങ്ങൾ, അവൻ പാപം അറിഞ്ഞിട്ടില്ല, അവൻ പാപം ചെയ്തിട്ടില്ല, അവനിൽ പാപം ഒട്ടുമില്ല. ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ല നമുക്ക് വേണ്ടത്. പവിത്രൻ, നിർമ്മലൻ, നിർദോഷി, സ്വർഗത്തെക്കാൾ ഉന്നതനായവൻ. നിങ്ങളിൽ ആരെന്റെ കുറ്റത്തെക്കുറിച്ച് എന്നെ ബോധവൽക്കരിക്കുമെന്ന് ചോദിച്ചപ്പോൾ ആർക്കും ഒരു ആക്ഷേപവും പറയാൻ പറ്റാത്ത, സ്തോത്രം, നിസ്തുലനായ ക്രിസ്തു പാപിയല്ല. അതുകൊണ്ട് തന്നെ അവന് പശ്ചാത്താപത്തിൻ്റെ ആവശ്യവുമില്ല. പ്രൈസ് ദി ലോർഡ്. യേശുവിന് ആ മാനസാന്തര സ്നാനം ആവശ്യമില്ലായിരുന്നു. യോഹന്നാൻ നടത്തിപ്പോന്നിരുന്ന മാനസാന്തര സ്നാനം, യോഹന്നാൻ നടത്തിപ്പോന്നിരുന്ന മാനസാന്തര സ്നാനം യേശുവിന് ആവശ്യമില്ലായിരുന്നു. എന്നിട്ടും നമുക്ക് മാതൃക കാണിച്ചുകൊണ്ട് യേശു ക്രിസ്തു യോർദാനിൽ ഇറങ്ങി മുങ്ങി സ്നാനമെടുക്കുക അല്ലേ? അവൻ വെള്ളത്തിൽ നിന്നിറങ്ങി, വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ യോഹന്നാൻ യേശുവിനെ സ്നാനപ്പെടുത്തി. അപ്പോൾ എന്താണ് സംഭവിച്ചത്? നിങ്ങൾ തിരുവെഴുത്ത് നോക്കിയാട്ടെ, അവിടെ വായിക്കുകയാണ്, അപ്പോൾ സ്വർഗം തുറന്നു. പ്രൈസ് ദി ലോർഡ്. ഇവൻ എൻ്റെ പ്രിയപുത്രൻ,
ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് പിതാവ് സാക്ഷ്യം പറഞ്ഞു. ഞാൻ ഒന്നുകൂടെ പറയാം. യേശു സ്നാനപ്പെട്ടപ്പോൾ എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചത്? പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ യേശുവിന്റെ മേൽ ഇറങ്ങി വന്നു. പിതാവായ ദൈവം സ്വർഗത്തിൽ സാക്ഷ്യം പറഞ്ഞു. സ്തോത്രം. ഇടയ്ക്കൊരു കാര്യം, സ്നാനത്തിൽ 3 പേരെയും നമ്മൾ കാണുകയാണ്. സ്വർഗത്തിൽ സാക്ഷ്യം പറയുന്ന പിതാവ്, അല്ലേ? സ്നാനപ്പെടുന്ന ക്രിസ്തു, ഇറങ്ങി വരുന്ന പരിശുദ്ധാത്മാവ്, അല്ലേ? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. യേശു സ്നാനത്തെക്കുറിച്ച് കൽപ്പിച്ചത് എന്താ? നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. യേശു സ്നാനപ്പെടുന്നു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവൻ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പിതാവ് സാക്ഷ്യം പറയുന്നു. പരിശുദ്ധാത്മാവ് അവൻ്റെ മേൽ ഇറങ്ങി വരുന്നു. 2 കാര്യം. എന്താ അവിടെ സംഭവിച്ചത്? സ്വർഗം തുറന്നു. ഇവൻ എൻ്റെ പ്രിയപുത്രനെന്ന് പിതാവായ ദൈവം സാക്ഷ്യം പറഞ്ഞു. ഇന്നും അത് സത്യമാണ്. സ്നാനപ്പെടുന്നവരെ ലോകമെല്ലാം ആക്ഷേപിക്കട്ടെ, പിതാവായ ദൈവത്തിന് പറയാൻ ഒരു സാക്ഷ്യമുണ്ട്. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവൾ എൻ്റെ പ്രിയപുത്രി, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. മനുഷ്യരെന്തു പറയുമെന്നുള്ളതല്ല, ദൈവം എന്തു പറയും? പിതാവായ ദൈവത്തിന് അന്നെന്ന പോലെ ഇന്നും പറയാനുള്ള സാക്ഷ്യം, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. കരങ്ങളെ ഉയർത്തി ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സ്നാനത്തിൻ്റെ 5 പ്രധാനപ്പെട്ട കാരണം. 1, ക്രിസ്തുവിൻ്റെ കൽപ്പനയാണ്. 2, ക്രിസ്തു കാണിച്ചു തന്ന മാതൃകയാണ്. 3, മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന രക്ഷാകരമായ പദ്ധതിയിൽപ്പെട്ടതാണ് സ്നാനം എന്നുള്ളത്. ലൂക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 30-ാമത്തെ വാക്യം. എങ്കിലും പരീശന്മാരും ന്യായശാസ്ത്രിമാരും അവനാൽ സ്നാനമേൽക്കാതെ ദൈവത്തിന്റെ ആലോചന തങ്ങൾക്ക് വൃഥാവാക്കി കളഞ്ഞു. ആ മൈക്കിന് ഇച്ചിരി ശബ്ദം കൊടുക്കാമോ? ആ വാക്യം ഒന്നുകൂടെ ഉറക്കെ വായിച്ചാട്ടെ. എങ്കിലും പരീശന്മാരും ന്യായശാസ്ത്രിമാരും അവനാൽ സ്നാനമേൽക്കാതെ ദൈവത്തിന്റെ ആലോചന തങ്ങൾക്ക് വൃഥാവാക്കി കളഞ്ഞു. മൈക്ക് ഓക്കെ ആണോ? ലൂക്കോസ് 7:30. എങ്കിലും പരീശന്മാരും ന്യായശാസ്ത്രിമാരും അവനാൽ സ്നാനമേൽക്കാതെ ദൈവത്തിന്റെ ആലോചന തങ്ങൾക്ക് തന്നെ വൃഥാവാക്കി കളഞ്ഞു. മനുഷ്യനെ രക്ഷിക്കുന്നതിന് ദൈവം വെച്ചിരിക്കുന്ന ചില ക്രമങ്ങളുണ്ട്, ക്രമീകരണങ്ങളുണ്ട്. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടണം. എന്താണ് വിശ്വസിക്കുന്നത്? യേശു ദൈവപുത്രനെന്ന് ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നു. പ്രൈസല്ലോ. വിശ്വാസമാണ് പ്രധാനപ്പെട്ടത്, അല്ലേ? വിശ്വസിക്കുന്നവരെയാണ് സ്നാനപ്പെടുത്തുന്നത്. കർത്താവിന് മഹത്വം. ഹല്ലേലൂയ. ആമേൻ. അപ്പോൾ ഒരു മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന രക്ഷാകരമായ പദ്ധതിയിൽ വിശ്വസിച്ച് സ്നാനമേൽക്കുക എന്നൊരു കാര്യമുണ്ട്. പക്ഷേ അക്കാലത്ത് യോഹന്നാൻ്റെ കൈക്കീഴിൽ സ്നാനമേൽക്കാൻ അവിടെ ചില പരീശന്മാര് അവരുടെ അഹന്ത കൊണ്ട് എതിർത്തു നിന്നു. പരിശുദ്ധാത്മാവ് അവരെക്കുറിച്ച് എന്ത് രേഖപ്പെടുത്തി? എങ്കിലും പരീശന്മാരും ന്യായശാസ്ത്രിമാരും അവനാൽ യോഹന്നാനാൽ സ്നാനമേൽക്കാതെ ദൈവത്തിൻ്റെ ആലോചന തങ്ങൾക്ക് തന്നെ വൃഥാവാക്കി കളഞ്ഞു. നിങ്ങൾ സ്നാനപ്പെട്ടില്ലെങ്കിൽ എനിക്കൊന്നും പോകാനില്ല, എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല. പക്ഷെ നിങ്ങൾക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ പദ്ധതി നിങ്ങളായി തന്നെ നിഷേധിക്കുകയാണ്. സ്തോത്രം. ദൈവം മനുഷ്യനെ കൊണ്ട് അടിച്ചേൽപ്പിക്കുന്നില്ല. അവന് സ്വന്തമായി ചിന്തിക്കാനും തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ദൈവം നൽകിയിട്ടുണ്ട്. സ്നാനപ്പെടണമോ വേണ്ടയോ എന്നുള്ളത് നിനക്ക് തീരുമാനിക്കാം. സ്നാനപ്പെട്ടാൽ എന്തൊക്കെ അനുഗ്രഹങ്ങളുണ്ടാകും, പെട്ടില്ലെങ്കിൽ എന്തൊക്കെ ദോഷങ്ങളുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. തങ്ങൾക്ക് തന്നെയുള്ള ദൈവത്തിൻ്റെ ആലോചനയെ അവർ വൃഥാവാക്കി കളഞ്ഞു. അവരതിനെ അവഗണിച്ചു കളഞ്ഞു. ദൈവത്തിൻ്റെ ആത്മാവ്
വളരെ ഖേദത്തോടെ വരുംകാല തലമുറയ്ക്കൊരു മുന്നറിയിപ്പായിട്ട് അത് രേഖപ്പെടുത്തുകയാണ് ഉണ്ടായത്. സ്നാനത്തിൻ്റെ പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ. 4 ശുദ്ധ മനസാക്ഷിക്കായുള്ള അപേക്ഷയാണ്. 1 പത്രോസിന്റെ ലേഖനം 3:21 അത് സ്നാനത്തിന് ഒരു മുൻകുറി. സ്നാനമോ ഇപ്പോൾ ജഡത്തിന്റെ അഴുക്ക് കളയുന്നതായിട്ടല്ല, ദൈവത്തോട് നല്ല മനസാക്ഷിക്കായുള്ള അപേക്ഷയായിട്ടത്രേ യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ നമ്മെയും രക്ഷിക്കുന്നു. സ്തോത്രം. സ്നാനം എന്താണ്? അത് ദൈവത്തോടുള്ള നല്ല മനസാക്ഷിക്കായുള്ള അപേക്ഷയത്രേ. ഇംഗ്ലീഷിൽ വായിക്കുന്നത് ഇറ്റ് ഈസ് ആൻ ആൻസർ ഓഫ് എ ഗുഡ് കോൺഷ്യസ് എന്നാണ്. ശുദ്ധ മനസാക്ഷിയുണ്ട് എന്നുള്ളതിൻ്റെ ഉത്തരമാണ്, എന്നുള്ളതിൻ്റെ തെളിവാണ് സ്നാനം എന്നുള്ളത്. സ്നാനം ആവശ്യമാണെന്ന് ബോധ്യമായിട്ടും അതിനെ അവഗണിച്ചും ന്യായീകരിച്ചും പുച്ഛിച്ചും തുച്ഛീകരിച്ചും ഒക്കെ നടക്കുന്നവന് പുറമേ എന്തു പറഞ്ഞാലും അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു മനസാക്ഷി കുത്തലുണ്ട്. അവൻ്റെ മനസാക്ഷി നിർമ്മലമല്ല. എന്നാൽ വിനയത്തോടെ, വിശ്വാസത്തോടെ, വിധേയത്വത്തോടെ, സമർപ്പണത്തോടെ കർത്താവിൻ്റെ കൽപ്പനയാകുന്ന സ്നാനം സ്വീകരിക്കുമ്പോൾ നമുക്ക് ദൈവസന്നിധിയിൽ ഒരു നല്ല മനസാക്ഷി ലഭിക്കും. ഇതാരെങ്കിലും പ്രീതിപ്പെടുത്താനുള്ള കാര്യമല്ല. കേട്ടിട്ടുള്ള ഒരു കാര്യം, ഒരിക്കൽ ഒരപ്പച്ചൻ്റെ അടുത്ത്, പഴയകാലത്തെ പാരമ്പര്യവാദിയായ ഒരപ്പച്ചൻ്റെ അടുക്കൽ, പഴയകാലത്തെ പാരമ്പര്യവാദിയായിരുന്ന ഒരപ്പച്ചൻ്റെ അടുക്കൽ അനുഭവമൊന്നുമില്ല എങ്കിലും പിള്ളേർ വിദേശത്താണ്, അവരൊക്കെ അവിടെ വെച്ച് സ്നാനപ്പെട്ടു. അവരവിടുന്ന് ഫോൺ വിളിക്കുമ്പോഴും കത്തെഴുതുമ്പോഴെല്ലാം അപ്പച്ചൻ്റെ അടുത്ത് പറയും, അപ്പച്ചാ സ്നാനപ്പെടണം, സ്നാനപ്പെടാതെ മരിച്ചു പോയാൽ നരകത്തിൽ പോവും, സ്വർഗത്തിൽ പോകത്തില്ല. പുള്ളി പറഞ്ഞു, എങ്കിലും എല്ലാ വർഷവും പിള്ളേർ അവധിക്ക് വരുന്നതിന് മുമ്പ് അപ്പച്ചനെ എടുക്കും പറയും, അപ്പച്ചാ ഇപ്രാവശ്യം ഞങ്ങൾ വരുമ്പോഴെങ്കിലും അപ്പച്ചൻ സ്നാനപ്പെടണം കേട്ടോ. ഒരു പ്രാവശ്യം വന്നപ്പോൾ പുള്ളി പറഞ്ഞു, എന്നാ പെട്ടേക്കാമടാന്ന് പറഞ്ഞു. എന്നാ പിന്നെ പെട്ടേക്കാം. വിദേശത്ത് ജോലിയുള്ള അപ്പച്ചൻ്റെ സ്നാനമല്ലേ, അല്പം ആഘോഷമായിട്ട് നടത്തിയേക്കാമെന്ന് പിള്ളേരും വിചാരിച്ചു. മൈക്കുകാരെയൊക്കെ വിളിച്ചു, സെൻട്രൽ പാസ്റ്ററെ വിളിച്ചു, ഭയങ്കര ആഘോഷമായിട്ട്. പുഴയിലാണ് സ്നാനം. അപ്പോൾ സ്നാനപ്പെടുന്നതിന് മുമ്പ് പാസ്റ്റർ ക്ലാസ് എടുത്ത് പുള്ളിയല്ല ആ എന്ന് പറഞ്ഞ് തലകുലുക്കി സമ്മതിച്ചു. സ്നാനത്തിന് അന്ന് പറഞ്ഞു, ഞാൻ വെള്ളത്തിൽ വെച്ച് 2 ചോദ്യം ചോദിക്കും, പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നു, പിന്നെ സ്നാനം നിനക്ക് സ്വീകരിപ്പാൻ സമ്മതമാണോ എന്ന് പുള്ളി എല്ലാം സമ്മതിച്ചു. ഹലോ, എല്ലാം സമ്മതിച്ചു. എന്തിനു വേണ്ടിയാ? പിള്ളേരെ പ്രീതിപ്പെടുത്താൻ. പുള്ളിയെല്ലാം സമ്മതിച്ചു. നദിയിലിറങ്ങി സ്നാനപ്പെട്ടു, വെള്ളത്തിൽ നിന്ന് കയറി. പിള്ളേരെല്ലാം കരയിൽ നിൽക്കുക. പുള്ളി ചോദിച്ചു, മതിയോടാ, നിന്റെയൊക്കെ തള്ളം തീർന്നോടാ, നിന്റെയൊക്കെ തള്ളം തീർന്നോ? പിള്ളേരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല സ്നാനം. ഒരു പെന്തിക്കോസുകാരിയായ പെണ്ണിനെ ഒരുത്തൻ പ്രേമിച്ചു. അവൻ പറഞ്ഞു, ഞങ്ങളൊക്കെ പെന്തിക്കോസുകാരാ, സ്നാനപ്പെട്ടാൽ കല്യാണം നടത്താൻ പറ്റും. എന്നാ പിന്നെ ഞാൻ പെട്ടേക്കാന്നു. എത്ര പ്രാവശ്യം പെടണം? ഹലോ, എത്ര പ്രാവശ്യം മുങ്ങണം? കല്യാണത്തിന് വേണ്ടി മുങ്ങുന്നതല്ല സ്നാനം. മക്കളെ പ്രീതിപ്പെടുത്താൻ വേണ്ടി കാണിക്കുന്ന പ്രഹസനമല്ല സ്നാനം. സ്തോത്രം. ദൈവത്തോടുള്ള നല്ല മനസാക്ഷിക്കായുള്ള അപേക്ഷയാണ് സ്നാനം. ഹല്ലേലൂയ. ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്താൽ അവൻ നമ്മെ രക്ഷിക്കുന്ന ഒരനുഭവമാണ്. ദൈവത്തിന് സ്തോത്രം. സ്നാനത്തിൻ്റെ 5ാമത്തെ കാരണം, ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, പ്രൈസ് ദി ലോർഡ്, ക്രിസ്തുവിൻ്റെ മരണ, അടക്ക, പുനരുത്ഥാനത്തോടുള്ള ഏകീഭവിക്കലാണ് സ്നാനം. ഒന്നുകൂടെ പറയാം. റോബർട്ട് ഇത് കഴിയുമ്പോൾ ചെറിയ പാട്ട് പാടാൻ തയ്യാറായിരിക്കും. കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ മരണ, അടക്ക, പുനരുത്ഥാനത്തോടുള്ള ഏകീഭാവം പ്രാപിക്കലാണ്, താതാത്മ്യപ്പെടലാണ്, ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു കാര്യമാണ് സ്നാനം.
സ്നാനത്തിന്റെ വേദശാസ്ത്രപരമായ അർത്ഥം റോമാലേഖനത്തിന്റെ 6-ാം അധ്യായം 3 മുതലുള്ള വാക്യങ്ങളിലാണ് പൗലോസ് പങ്കുവയ്ക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. മോനെ പടം ഒന്ന് കാണിച്ചേക്കണം. സ്തോത്രം, സ്തോത്രം. ഇംഗ്ലീഷിൽ വി എന്ന് പറയുന്ന ഒരു അക്ഷരമുണ്ട് അല്ലേ? വി ഫോർ വിക്ടറി. സ്തോത്രം. വി പടം കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ നിങ്ങൾക്ക്? സ്തോത്രം. വി ഫോർ വിക്ടറി. വി എന്ന അക്ഷരത്തിന് 3 മൂലകളുണ്ട് അല്ലേ? വി 1, 2, 3 മൂലകൾ. സ്നാനത്തിൻ്റെ ശരിയായ അർത്ഥം ഞാൻ വിവരിക്കാൻ ശ്രമിക്കുകയാണ്. സ്തോത്രം. 1, ക്രിസ്തു മരിച്ചു. 2, ക്രിസ്തുവിനെ അടക്കി. 3, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. ഈ മരണ അടക്ക പുനരുത്ഥാനത്തോട് ഏകീഭവിക്കുന്ന ഒരു അനുഭവമാണ് സ്നാനം എന്നുള്ളത്. ദൈവത്തിന് സ്തോത്രം. ഹലോ, എങ്ങനെയാണ് ഏകീഭാവം പ്രാപിക്കുന്നത്? 1, ക്രിസ്തു മരിച്ചു. ക്രിസ്തുവിൻ്റെ ക്രൂശിനരികിലേക്ക് വന്നിട്ട് ഒരുവൻ പറയുകയാണ്, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ഹലോ, 1, ക്രിസ്തു ക്രൂശിക്കപ്പെട്ടു, നാം ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെടുന്നു. 2, മരിച്ച ക്രിസ്തുവിനെ ജലത്തിൽ അടക്കി. മരിച്ച ക്രിസ്തുവിനെ കല്ലറയിൽ അടക്കി. സ്നാനം ഒരു ശവസംസ്കാരത്തിന് നിഴലാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ സ്നാനം. സ്നാനത്തിൽ സ്നാനാർത്ഥിയെ സ്നാപകൻ എന്ത് ചെയ്യുകയാണ്? സ്നാനത്തിൽ സ്നാനാർത്ഥിയെ സ്നാപകൻ ഇങ്ങനെ മലർത്തി നിമജ്ജനമാക്കുകയാണ്. ഒരു ശവസംസ്കാരം നടത്തുകയാണ്. സ്നാനം ഒരു ശവസംസ്കാരമാണ്. എന്തിനെയാണ് കുഴിച്ചിടുന്നത്? നമ്മുടെ പാപമനുഷ്യനെ, നമ്മുടെ ആ സെൽഫിനെ, ആ പാപനിമിത്തം വഷളായി പോകുന്ന ആ പഴയ മനുഷ്യനെ ക്രിസ്തുവിനോടുകൂടെ കുഴിച്ചിടുകയാണ്. ജലത്തിൽ ഒരു ശവസംസ്കാരം പോലെ ആ മനുഷ്യനെ പൂർണ്ണമായി നിമജ്ജനമാക്കുകയാണ്. 3, ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ ആ മനുഷ്യൻ ആ ജലത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നു. ഒരു പുതിയ മനുഷ്യനായി, ഒരു പുതിയ സൃഷ്ടിയായി, ഒരു പുതിയ മഹിമയോടെ. ദൈവത്തിന് സ്തോത്രം. ആലുവയ്ക്കടുത്ത് നിന്നുകൊണ്ടാണ് ഞാൻ ഈ മെസ്സേജ് നൽകുന്നത്. ഞാനിവിടെ ആലുവ ടൗണിലുള്ള അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയിൽ 3 വർഷം പാസ്റ്ററായിരുന്നു. ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരനുഭവം. ഒരുപക്ഷെ ഞാനിത് പറയുമ്പോൾ അന്ന് സ്നാനപ്പെട്ട ഷൈബി എന്ന് പറയുന്ന സഹോദരി മസ്കറ്റിലിരുന്നു കൊണ്ട് ഒരുപക്ഷെ ഇത് കാണുന്നുണ്ടാവാം, കേൾക്കുന്നുണ്ടാവാം, എനിക്കറിയില്ല. ഷൈബി എന്ന് പറയുന്ന അവിടുത്തെ ഒരു സഹോദരി, അവൾ സ്നാനപ്പെടാൻ വേണ്ടി തീരുമാനിച്ചു. പക്ഷേ അവളുടെ സഹോദരൻ അവളെ ഭീഷണിപ്പെടുത്തി. അവരുടെ വീട്ടുകാരും അവൾക്ക് അനുകൂലമല്ല. കുറേ കാലം അവൾ സ്നാനത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി നടന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഒരു ദിവസം അവൾ 2 കൽപ്പിച്ച് സ്നാനപ്പെടാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ ആലുവായിലുള്ള ആ പുഴ പെരിയാറ്റിൽ, ചെമ്പകശ്ശേരി കടവിൽ പെരിയാറ്റിൽ ഞാൻ ഷൈബിയെ സ്നാനപ്പെടുത്തി. സ്നാനത്തിന് വേണ്ടി അവളുടെ അപ്പച്ചൻ, ആലുവ ഫെഡറൽ ബാങ്കിൽ ജോലിയുള്ള ഫ്രാൻസിസ് എന്ന് പറയുന്ന അപ്പച്ചൻ സ്നാനം കാണാൻ വേണ്ടി വന്നിരുന്നു. മകളുടെ സ്നാനം കാണാൻ വേണ്ടി ആ ചെമ്പകശ്ശേരി കടവിൽ വന്നിരുന്നു. സ്നാനം കഴിഞ്ഞു, അവരെല്ലാം പോയി. കുറേ നാൾ കഴിഞ്ഞിട്ട് ഞാൻ ആലുവ UC കോളേജിലുള്ള ആ ഭാഗത്തുള്ള വിശ്വാസികളുടെ വീടുകളിൽ പോയിട്ട് ഒരു ദിവസം രാത്രിയിൽ ഞാനും ലൂസിയും കൂടെ ഞങ്ങളുടെ പഴയ സ്കൂട്ടറിൽ വന്നു. അവിടെ ഒരു കടയുടെ മുറ്റത്ത് ഒരു
അവിടെ ഒരു കടയുടെ അടുത്ത് പാല് വാങ്ങിക്കാൻ വേണ്ടി ഞങ്ങൾ സ്കൂട്ടർ നിർത്തി. ഞാൻ ആ കടയിലോട്ട് ചെല്ലുമ്പോൾ ഈ ഫ്രാൻസിസ് ചേട്ടൻ അവിടെ നിൽപ്പുണ്ട്. പാസ്റ്റ് ഇങ്ങോട്ടൊന്ന് വന്നേ എന്ന് പറഞ്ഞ് എന്നെ ആ കടയുടെ പുറകിൽ ഒരു ഇരുട്ടത്തേക്ക് വിളിച്ചുകൊണ്ട് പോയി. ആ മനുഷ്യൻ ഏങ്ങലടിച്ച് കരയുകയാണ്. വിങ്ങി 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 ആ മനുഷ്യൻ കരയുക. ഒരു 10, 55, 60 വയസ്സുള്ള മനുഷ്യനാണ്. രാത്രിയിൽ ആ മനുഷ്യൻ പൊട്ടി പൊട്ടി കരയുകയാണ്. ഞാൻ ചോദിച്ചു, എന്താ പറ്റി, എന്തിനാ കരയുന്നേ? ആ മനുഷ്യൻ എന്നോട് പറഞ്ഞു, ഹലോ, ഞാൻ കർത്താവിൻ്റെ സന്നിധിയിലാണ് ഈ സാക്ഷ്യം പറയുന്നത്. ആ മനുഷ്യൻ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, അവൾ സ്നാനപ്പെട്ടില്ലേ, ഷൈബി സ്നാനപ്പെട്ടില്ലേ? ഞാനത് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു പാസ്റ്ററെ. അവൾ സ്നാനപ്പെട്ടിട്ട് വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ അവളുടെ മുഖത്തൊരു ഭയങ്കര തേജസ് ഞാൻ കണ്ടു പാസ്റ്ററെ. ഹലോ, ആ യാക്കോബക്കാരനായ പിതാവ് എന്നോട് പറഞ്ഞ സാക്ഷ്യമാണ്. അവളുടെ മുഖത്ത് ഞാൻ വലിയ തേജസ് കണ്ടെന്ന്. ദൈവമക്കളെ, സ്നാനം ഒരു സുപ്രധാനപ്പെട്ട കാര്യമാണ്. യേശു ക്രിസ്തുവിനോട് ചേരുവാൻ നാം സ്നാനമേൽക്കുകയാണ്. വാക്യം ഞാൻ ഉദ്ധരിക്കട്ടെ. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിൻ്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. സ്തോത്രം. സ്നാനത്തിൻ്റെ സമയമാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ രീതിയിൽ അതിനെ ഒഴിവാക്കാൻ, അവഗണിക്കാൻ പിശാച് 100 തന്ത്രങ്ങളും ഭീഷണിയുമായിട്ട് മുന്നോട്ട് വരും. എൻ്റെ ശുശ്രൂഷ അനുഭവമാണ്. ഞാൻ മൂവാറ്റുപുഴയ്ക്കടുത്ത് വാഴക്കുളം സഭയിൽ 93 തൊട്ട് 97 വരെയോടെ പാസ്റ്ററായിരുന്നു. ആ ടൗണിൽ കളപ്പുരയിൽ സ്റ്റോഴ്സ് എന്ന് പറയുന്ന ഒരു കടയുണ്ട്. ജോർജ് ഏട്ടൻ നടത്തിയിരുന്നൊരു കട. അദ്ദേഹം, ഞാൻ അവിടെ ഇരിക്കുന്ന കാലത്ത് ഒരു ദിവസം എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, പാസ്റ്ററെ, എനിക്ക് സ്നാനപ്പെടണം. ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും ഞാൻ ജോർജ് ഏട്ടനെ സ്നാനപ്പെടുത്തും. അദ്ദേഹം വീട്ടിൽ പോയി ഭാര്യ മേഴ്സി LIC ഏജൻ്റാണ്. മേഴ്സിയോടും മക്കളോടും പറഞ്ഞു, ഞാൻ സ്നാനപ്പെടാൻ പോവുകയാണ്. ആ സ്ത്രീ ഒരു ശുണ്ടി പിടിച്ച ഒരു സ്ത്രീയാണ്. പെട്ടെന്ന് വഴക്കുണ്ടാക്കുന്ന ഒരു സ്ത്രീയാണ്. അവര് അടുത്ത ദിവസം പോയി 10 ലിറ്റർ മണ്ണെണ്ണ വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ കൊണ്ടുവച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ മുങ്ങിയിട്ട് ഇവിടെ വരുമ്പോഴേ ഞാനിവിടെ കരിഞ്ഞു കിടക്കുമെന്ന്. എന്ന് പറഞ്ഞാൽ, നിങ്ങൾ സ്നാനപ്പെട്ടാൽ ഞാൻ മണ്ണെണ്ണ ഒഴിച്ച് ആത്മഹത്യ ചെയ്യുമെന്ന്. ജോർജ് ഏട്ടൻ പേടിച്ചു പോയി. ഞങ്ങൾ ആ സ്നാനം കുറച്ച് നാളത്തേക്ക് നീട്ടിവെച്ചു. ഹലോ, പിന്നീട് ഒരു ദിവസം ജോർജ് ഏട്ടൻ സ്നാനപ്പെട്ടു. സ്തോത്രം. മേഴ്സ് ഒരു കുറെ വഴക്കൊക്കെ ഉണ്ടാക്കിയെങ്കിലും ചത്തൊന്നുമില്ല. ഏറ്റവും എതിർപ്പായിട്ട് നിന്ന അവരുടെ മകൻ സാവിയോ എന്നാണ് തോന്നുന്നു. അവരുടെ മകനും സ്നാനപ്പെടാനില്ല. പ്രൈസ് ദി ലോർഡ്. ജോർജ് ഏട്ടൻ്റെ ഒരു അനുഭവം കൂടെ ഞാൻ സന്ദർഭോചിതമായിട്ട് പറയാം. അന്ന് അവർ വാഴക്കുളത്തിന് കുറേ ദൂരെ കദളിക്കാടെന്ന് പറഞ്ഞ സ്ഥലത്താണ് വാടകയ്ക്ക് താമസിക്കുകയാണ്. ഒരു ദിവസം രാത്രിയിൽ അദ്ദേഹം കടയടച്ചിട്ട് കദളിക്കാട്ടേക്ക്, തൊടുപുഴയ്ക്ക് അടുത്തുള്ള ആ സ്ഥലത്തേക്ക് രാത്രിയിൽ ഒറ്റയ്ക്ക് നടന്നു പോകുമ്പോൾ പെട്ടെന്ന് ആത്മാവിൻ്റെ ശക്തി എൻ്റെ മേൽ വ്യാപരിച്ചു. അദ്ദേഹം അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. ഹലോ, അന്യഭാഷ പറഞ്ഞുകൊണ്ട് അദ്ദേഹം വീട്ടിൽ വരെ പോയി. പിറ്റേന്ന് രാവിലെ എൻ്റെ അടുത്ത് വന്ന് വർത്താനം പറയുമ്പോഴും അദ്ദേഹത്തിൻ്റെ ചുണ്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു. അന്യഭാഷയിൽ അദ്ദേഹം ദൈവത്തെ സ്തുതിക്കുന്ന ഒരു ദിവ്യമായ അനുഭവം ഞാൻ കണ്ടു. സഹോദരങ്ങളെ, സ്നാനം ഒരു നിസ്സാര കാര്യമല്ല. സ്നാനപ്പെടുന്നവന് വേണ്ടി തുറക്കപ്പെടുന്ന ഒരു സ്വർഗമുണ്ട്. സ്നാനപ്പെടുന്നവൻ യേശുവിൻ്റെ കൽപ്പനയാണ് സ്വീകരിക്കുന്നത്. ഇതൊരു മനുഷ്യനെയും പ്രീതിപ്പെടുത്താൻ വേണ്ടിയുള്ള ആചാരമല്ല. പ്രൈസ് ദി ലോർഡ്. പള്ളിയിൽ ആളെ കൂട്ടാനുള്ള പെന്തക്കോസ്തുകാരുടെ ഒരു പരിപാടിയല്ല. നിഷേധിച്ചിരുന്നവർ പോലും, ഹലോ, ഇതിനെതിരെ പ്രസിദ്ധീകരിച്ചു കൊണ്ടിരുന്ന നേതാക്കന്മാർ പോലും ഒളിവിൽ പോയി, വിദേശത്ത് പോയി സ്നാനപ്പെട്ടിട്ടുണ്ട്. പലരുടെയും പേരെനിക്കറിയാം, പരസ്യമായി ഞാൻ പറയുന്നില്ലെന്നേ ഉള്ളൂ. ഹലോ, മനസ്സിലായോ? പുരോഹിതന്മാരിൽ ഒരു നല്ല ഭാഗവും രഹസ്യമായി സ്നാനപ്പെട്ടിട്ടുള്ളവരാ. മനസ്സിലാകുന്നുണ്ടോ? സഭ
ശിശുസ്നാനത്തെയാണ് പഠിപ്പിക്കുന്നത്. കത്തോലിക്ക സഭ ശിശുസ്നാനത്തെ, അല്ലെങ്കിൽ പട്ടത്വ സഭകൾ ശിശുസ്നാനത്തെയാണ് പഠിപ്പിക്കുന്നത്. മുതിർന്ന സ്നാനം, വിശ്വാസ സ്നാനം അവരംഗീകരിക്കുന്നില്ല. എങ്കിലും അവരുടെയൊക്കെ മനസാക്ഷിക്കറിയാം ഇതാണ് സത്യമെന്ന്. കരങ്ങളെ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഞാൻ അല്പസമയം കൂടെ സ്നാനത്തെക്കുറിച്ച് ക്ലാസ് എടുക്കുന്നതിന് മുമ്പ് ഒരു പാട്ടിൻ്റെ വരികൾ പാടി ദൈവത്തെ ഒന്ന് സ്തുതിച്ചിട്ട് അല്പസമയം കൂടെ ഞാൻ ക്ലാസ് എടുക്കുന്നതായിരിക്കും. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. പാടാം. എന്റെ രോഗം നീ വഹിച്ചു, എന്റെ ശാപം നീക്കി മുറ്റും. എന്റെ രോഗം നീ വഹിച്ചു, എന്റെ ശാപം നീക്കി മുറ്റും. നിനക്കായിട്ടല്ല ജീവിക്കും നിശ്ചയം, നിനക്കായിട്ടെന്നെന്നും ഞാനിനി ജീവിക്കും നിശ്ചയം. യേശുവേ രക്ഷാദായക, നിന്റെ സന്നിധേ വരുന്നു. എന്റെ പാപഭാരവുമാ വല്ലഭ യേകൂ രക്ഷയേ. എന്റെ പാപഭാരവുമാ വല്ലഭ യേകൂ രക്ഷയേ. ഉന്നതി വെടിഞ്ഞവനേ, മണ്ണിൽ താണു വന്നവനേ. ഉന്നതി വെടിഞ്ഞവനേ, മണ്ണിൽ താണു വന്നവനേ. നിനക്കായിട്ടല്ലയോ നിങ്ങൾ ജീവനെ തന്നത്. നിനക്കായിട്ടല്ലയോ ക്രൂശിങ്കൽ ജീവനെ തന്നത്. യേശുവേ രക്ഷാദായക, നിന്റെ സന്നിധേ വരുന്നു. എന്റെ പാപഭാരവുമാ വല്ലഭ യേകൂ രക്ഷയേ. എന്റെ പാപഭാരവുമാ വല്ലഭ യേശുവേ രക്ഷാദായക, നിന്റെ സന്നിധേ വരുന്നു. എന്റെ പാപഭാരവുമാ വല്ലഭ യേകൂ രക്ഷയേ. എന്റെ പാപഭാരവുമാ വല്ലഭ യേകൂ രക്ഷയേ. എന്റെ പാപഭാരവുമാ വല്ലഭ യേകൂ രക്ഷയേ. Praise the Lord. കരങ്ങളെ ഉയർത്തി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സ്നാനം ഒരു പുതിയ നിയമ ഉപദേശമാണ്. എങ്കിലും പഴയ നിയമത്തിലെ പല സംഭവങ്ങളെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം.
ദൈവത്തിന് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സ്നാനം ഒരു പുതിയ നിയമ ഉപദേശമാണ്. സ്തോത്രം. പുതിയ നിയമസഭയ്ക്ക് അനുഷ്ഠിപ്പാൻ ദൈവം നൽകിയിരിക്കുന്ന 2 അനുഷ്ഠാനങ്ങളുണ്ട്. 1 നിമജ്ഞന സ്നാനം, 2 കർത്തൃമേശ. ഈ നിമജ്ഞന സ്നാനവും കർത്തൃമേശയും ഒരേ ആശയത്തെയാണ് വിളിച്ചു പറയുന്നത്. യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലെ പ്രായശ്ചിത്ത ബലിയെ, മനുഷ്യന്റെ പാപപരിഹാരത്തിന് വേണ്ടിയുള്ള ആ പ്രധാനപ്പെട്ട ആ സുപ്രധാനമായ മരണത്തെക്കുറിച്ചാണ് പ്രഘോഷിക്കുന്നത്. സ്നാനത്തിൻ്റെ വേദശാസ്ത്രപരമായ ബൈബിൾ സംബന്ധമായ അർത്ഥം ഞാൻ വിശദീകരിച്ചു റോമാലേഖനത്തിൽ നിന്ന്. യേശുവിൻ്റെ മരണം, അടക്കം, ഉയർത്തെഴുന്നേൽപ്പ്, ഇതിനോട് താദാത്മ്യം പ്രാപിക്കുന്ന ഒരനുഭവമാണ് സ്നാനം എന്നത്. തിരുവത്താഴം സ്നാനപ്പെട്ടവർക്കാണ് സ്വീകരിപ്പാൻ ഭാഗ്യവും അവസരവും ഉള്ളത്. സ്തോത്രം. തിരുവത്താഴവും യേശു ക്രിസ്തുവിൻ്റെ മരണത്തെയും മടങ്ങി വരവിനെയുമാണ് വിളിച്ചു പറയുന്നത്. 1 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, എന്താ? പ്രൈസല്ലോ. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും, ലൈവ് ഓക്കെ അല്ലേ? ഈ പടമാണോ പോകുന്നത്? കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം. തിരുവത്താഴവും ഇതേ സമാനമായ അർത്ഥമാണ് പറയുന്നത്. 1 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവൻ്റെ മരണത്തെയാണ് പ്രസ്താവിക്കുന്നത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇനി സ്നാനം ഒരു പുതിയ നിയമോപദേശമാണ് എങ്കിൽ കൂടി അതിൻ്റെ നിഴലുകൾ പഴയ നിയമത്തിൽ ദൈവം വിവരിച്ചിട്ടുണ്ട്. അതിൻ്റെ നിഴലുകൾ പഴയ നിയമത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നതാണ്. പഴയ നിയമത്തിൽ സംഭവിച്ച 2 പ്രധാന കാര്യങ്ങളെ അപ്പോസ്തലന്മാർ പത്രോസും പൗലോസും എടുത്ത് ഉദ്ധരിച്ചിട്ട് ഉദാഹരിച്ചിട്ട് അത് സ്നാനത്തിനൊരു നിഴലായിരുന്നു, മുൻകുറിയായിരുന്നു എന്ന് അവർ സുവ്യക്തമാക്കുകയാണ്. ഒന്നുകൂടെ പറഞ്ഞിട്ട് ഞാൻ വിവരിക്കാം. സ്നാനം ഒരു പുതിയ നിയമോപദേശമാണ് എങ്കിലും അതിൻ്റെ നിഴലുകൾ പഴയ നിയമത്തിൽ നമുക്ക് കാണാൻ കഴിയും. പഴയ നിയമത്തിലെ 2 സംഭവങ്ങളെ എടുത്തുദാഹരിച്ചിട്ട് പുതിയ നിയമത്തിൽ സ്നാനത്തിൻ്റെ അതീവ പ്രാധാന്യത ഉറപ്പിച്ചു പറയാൻ അപ്പോസ്തലന്മാർ ശ്രമിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒന്നാമത്തെ സംഭവം നോഹയുടെ കാലത്തുണ്ടായ ജലപ്രളയമാണ്. പ്രൈസ് ദി ലോർഡ്. 1 പത്രോസിൻ്റെ ലേഖനം 3-ാം അധ്യായം 20-21 വാക്യങ്ങൾ. ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ 8 പേർ വെള്ളത്തിൽ കൂടി രക്ഷ പ്രാപിച്ചു. അടുത്ത വാക്യം. അത് സ്നാനത്തിന് ഒരു മുൻകുറി. സ്നാനമോ ഇപ്പോൾ ജഡത്തിന്റെ അഴുക്ക് കളയുന്നതായിട്ടല്ല, ദൈവത്തോട് നല്ല മനസാക്ഷിക്കായുള്ള അപേക്ഷയായിട്ടത്രേ യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനത്താൽ നമ്മെയും രക്ഷിക്കുന്നു. സ്നാനം എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം കുളി എന്നാണ്. കുളി ജലത്തിൽ പൂർണ്ണമായി മുങ്ങിയുള്ള ഒരു കാര്യമാണ്. അല്ലാതെ തല നനച്ച് മുടി ജീവിക്കൊണ്ട് വന്ന കുളിയാവില്ല. മരിച്ച ഒരു മനുഷ്യനെ കുടിച്ചിടുന്ന ശവസംസ്കാരത്തിന് നിഴലാണല്ലോ, തുല്യമാണല്ലോ, സദൃശ്യമാണല്ലോ സ്നാനം. മരിച്ച ഒരു മനുഷ്യനെ തുറസായ സ്ഥലത്ത് കൊണ്ടുപോയി ശവപ്പെട്ടിയിൽ ആ ബോഡി വെച്ചിട്ട് തലയിൽ ഇച്ചിരി മണ്ണ് വാരിയിട്ടുകൊണ്ട് പോരുമോ? ഇല്ലല്ലോ. കുഴിച്ച് പൂർണ്ണമായി മൂടത്തല്ലേ. അങ്ങനെയെങ്കിൽ സ്നാനവും സമ്പൂർണ്ണമായി നിമജ്ഞനമായിട്ടുള്ളത് വേണം. പഴയ നിയമത്തിലെ 2 സംഭവങ്ങൾ, ഒന്ന് നോഹയുടെ കാലത്തുണ്ടായ ജലപ്രളയം സ്നാനത്തിന് ഒരു മുൻകുറിയായിരുന്നു. ആ വാക്യം അല്പജനം എന്ന് വെച്ചാൽ 8 പേർ പെട്ടകത്തിൽ കൂടി രക്ഷ പ്രാപിച്ചു. സ്നാനത്തിലൂടെ ഒരു മനുഷ്യൻ ഒരു രക്ഷാനുഭവത്തിലേക്ക് വരികയാണ്. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. എന്താണെന്ന് സംഭവിച്ചത്? നോഹ എന്ന നീതിപ്രസംഗിയുടെ പ്രസംഗത്തെ
ആളുകൾ ആരും അധികം വിശ്വസിച്ചില്ല. കാരണം അതുവരെ കാണാത്തൊരു കാര്യത്തെക്കുറിച്ചാണ് നോഹ പ്രസംഗിച്ചത്. തിരുവെഴുത്തിൽ അങ്ങനെ വായിക്കുന്നത്, അതുവരെ കാണാത്തവയെക്കുറിച്ച്. ഏതാ അതുവരെ കാണാത്തവ? മഴ. യഹോവയായ ദൈവം ഭൂമിയിൽ മഴ പെയ്യിച്ചിരുന്നില്ല. 40 രാവും പകലും മഴ പെയ്യാൻ പോകുന്നു എന്നാണ് നോഹ പ്രസംഗിച്ചത്. പക്ഷേ ആളുകൾ അത് വിശ്വസിച്ചില്ല. പ്രൈസലോ. എങ്കിലും നോഹ ഭയഭക്തി നിമിത്തം ഭയഭക്തി കൊണ്ട് തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായി ഒരു പെട്ടകം പണിതു. ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ 8 പേർ. പ്രൈസലോ, പ്രൈസലോ. എത്ര പേര് സ്നാനപ്പെട്ടു എന്നുള്ള കണക്കല്ല വിഷയം. 3000 പേരോ 5000 പേരോ, ഹലോ, സഭയിൽ എത്ര പേരുണ്ട് സ്നാനപ്പെട്ടത്? എത്രയെങ്കിലും ആയിക്കോട്ടെ, നീ സ്നാനപ്പെട്ടതാണോ? സ്തോത്രം. അല്പജനം. പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ എക്കാലത്തും ദൈവത്തിന് ഒരു ചുരുങ്ങിയ ശേഷിപ്പുണ്ട്. ഒരു ചുരുങ്ങിയ ശേഷിപ്പുണ്ട്. കൃപയാൽ ഇക്കാലത്തും അവന് വേണ്ടി ഒരു ചുരുങ്ങിയ ശേഷിപ്പുണ്ട്. അല്പജനം എന്ന് വെച്ചാൽ കേവലം 8 പേർ. പ്രൈസലോ. പെട്ടകത്തിൽ കൂടി രക്ഷ പ്രാപിച്ചു. അത് സ്നാനത്തിനൊരു മുൻകുറി. എന്താണ് സംഭവിച്ചത്? നോഹ കരയ്ക്കാണ് ഒരു പെട്ടകം ഉണ്ടാക്കി വെച്ചത്. വിശ്വസിച്ചവന് വേണ്ടി ദൈവം കരയെ കടലാക്കി കൊടുത്തു. അവിടെയെല്ലാം വെള്ളം കൊണ്ട് നിറഞ്ഞു. നോഹയും കുടുംബവും ആ പെട്ടകത്തിൽ കടന്നു. ഭൂമിയുടെ ഉറവുകൾ ദൈവം തുറന്നു. ഭൂമി താഴെ നിന്ന് വെള്ളം മുകളിലേക്ക് കുതിച്ചു കയറി. സ്വർഗത്തിൻ്റെ കിളിവാതിലുകളെ തമ്പുരാൻ തുറന്നു. ആകാശത്തു നിന്നും മഴ പെയ്തു. 2 ഭാഗത്തു നിന്നും വെള്ളം. ആ വെള്ളത്തിനകത്ത് പെട്ടകം മുങ്ങി നിന്നു. ലോ, മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം. പ്രൈസലോ. ആ ജലത്തിൽ സമ്പൂർണമായി മുങ്ങുന്ന ഒരു അനുഭവം. ബാക്കി വിശ്വസിക്കാതിരുന്ന ബഹുജനങ്ങൾ മണ്ണിലേക്ക് താണപ്പോ നോഹയും കുടുംബവും പെട്ടകം അരാറാർത്ത് പർവ്വതത്തിലേക്ക് ഉയർത്തപ്പെട്ടു. നോഹയുടെ പെട്ടകം ഇന്നും ഭൂമിയിൽ നിലനിൽപ്പുണ്ട്, ഇരിപ്പുണ്ട്. അർമേനിയയിലെ തുർക്കിയിൽ, റഷ്യക്കടുത്തുള്ള സ്ഥലത്ത് ഒരു മഞ്ഞുമലയിൽ, അർമേനിയ, ഹലോ, അരാറാത്ത് പർവ്വതം. പദം മനസ്സിലാവുന്നുണ്ടോ? ആമേ. ഒരു മഞ്ഞുമലയ്ക്കകത്ത് ആളുകൾ ഈ അടുത്തിടയ്ക്ക് ഒരു പേടകം കണ്ടുപിടിച്ചു. അതിൻ്റെ നീളവും വീതിയും അളന്നു നോക്കി. കറക്റ്റ് ബൈബിളിൽ പറയുന്ന അളവ്. സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് മഞ്ഞുമലയിൽ ഉറച്ചുപോയ ആ പെട്ടകം നോഹയുടെ കാലത്ത് ദൈവം നോഹയുടെ കാലത്ത് പണിതുണ്ടാക്കിയ ആ പെട്ടകം. ആ പെട്ടകം എവിടെയാണ് ഉറച്ചത്? ഒരു ഉയർന്ന മലയിലാണ് ഉറച്ചത്. താണതലത്തിൽ നിന്ന് നാശത്തിൻ്റെ ചണ്ടിക്കുമ്പാരങ്ങളിൽ നിന്ന് ഉയർന്ന് അതൊരു മലയിൽ ഉറച്ചു. ആ മലയിൽ ഉറച്ച പേടകത്തിൽ നിന്ന് അവർ ഇറങ്ങി വന്നു. അവർ അവിടെ ചില മൃഗങ്ങളെ ദൈവത്തിന് യാഗമർപ്പിച്ചു. അതിൻ്റെ സൗരഭ്യവാസന മണത്തിട്ട് ദൈവം അവരെ അനുഗ്രഹിച്ചു. സ്നാനപ്പെടുന്ന ദൈവത്തിൻ്റെ പൈതലെ, നീ പിന്നെ താണതലത്തിലായിരിക്കത്തില്ല, ജീവിതത്തിൽ ഒരു ഉയർന്ന മാനത്തിലേക്ക് എത്തും. അന്ന് അവർ അർപ്പിച്ച യാഗത്തിൽ ദൈവം പ്രസാദിച്ചതുപോലെ നീ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ പ്രസാദമുണ്ടാകും. യേശു ക്രിസ്തുവിന് വേണ്ടി യോർദാൻ കടവിൽ ദൈവം വിളിച്ചു പറഞ്ഞത് എന്താ? ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അന്ന് ദൈവം ഒരു മഴവില്ല് കാണിച്ചിട്ട് നോഹയോട് ഒരു ഉടമ്പടി കാണിച്ചു. 40 രാവും പകലും മഴ പെയ്തു. ഭൂമിയിലൊക്കെയും അന്തരീക്ഷത്തിൽ ജലകണികകൾ തങ്ങി നിൽക്കുകയാണ്. ആ ജലത്തിനിടയിലൂടെ സൂര്യപ്രകാശം കടന്നു പോയപ്പോൾ അങ്ങേ ചക്രവാളത്തിൽ ഒരു മഴവില്ല് തെളിഞ്ഞു വന്നു. എന്നിട്ട് ദൈവം പറഞ്ഞു, ഈ മഴവില്ല് കാണുമ്പോഴൊക്കെയും എനിക്ക് നിങ്ങളോടുള്ള ഉടമ്പടിയെ ഞാൻ ഓർക്കും. ഹലോ, ദൈവത്തിൻ്റെ പൈതലെ, സ്നാനപ്പെടുന്ന നിനക്ക് വേണ്ടി ദൈവം തൻ്റെ ഉടമ്പടിയെ ഓർക്കും. വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. പഴയ നിയമത്തിലെ 2 സംഭവങ്ങളെ എടുത്ത് ഉദാഹരിച്ചിട്ട് അത് സ്നാനമാണ് എന്ന് പത്രോസ് പങ്കുവച്ചു. ഇനിയും പൗലോസ് പങ്കുവയ്ക്കുന്ന ഭാഗത്തേക്ക് വരാം.
1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ ഇസ്രായേൽ മക്കൾ ചെങ്കടലിലൂടെ പോയത് സ്നാനത്തിൻ്റെ നിഴലായിരുന്നു എന്ന് അവിടെ പൗലോസ് പങ്കുവയ്ക്കുകയാണ്. നോഹയുടെ കാലത്തെ ജലപ്രളയം ഉദാഹരിച്ചുകൊണ്ട് പത്രോസാണ് പറഞ്ഞത്. ഇവിടെ ധന്യനായ ശ്രേഷ്ഠ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിന് കീഴിലായിരുന്നു. അടുത്തത് എല്ലാവരും സമുദ്രത്തിലൂടെ കടന്ന് എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. മോശയോട് ചേരാനായിരുന്നു പഴയ നിയമത്തിലെ സ്നാനം. എന്നാൽ പുതിയ നിയമത്തിലെ സ്നാനം യേശുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം. സ്തോത്രം. അടുത്ത ഭാഗം മോശയോട് ചേർന്നു. അടുത്തത് എല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിന്നു. എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. ആരായിരുന്നു പാറ? അടുത്ത വാക്യം. എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കൾ ചെങ്കടലിൽ കിടന്നത് അത് സ്നാനത്തിനൊരു മുൻകുറിയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. അത് സ്നാനത്തിനൊരു മുൻകുറിയായിരുന്നു. നിങ്ങൾ നോക്കിയേ, സ്നാനം ഒരു ശവസംസ്കാരമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ? അവർ ചെങ്കടലിൻ്റെ തീരത്ത് വരുമ്പോൾ അവരെ കൊല്ലാൻ വേണ്ടി ഫറവോനും സൈന്യവും പിന്നാലെ വരികയാണ്. തിരിച്ചു പിടിച്ചു വലിച്ചു കൊണ്ടുപോകാൻ മോശ ദൈവത്തോട് നിലവിളിച്ചു. ദൈവത്തിൽ നിന്നൊരു നിയോഗം കിട്ടി, ജനത്തോട് മുന്നോട്ട് പോകാൻ പറയാം. ജനത്തോട് പിന്മാറുന്നുവെങ്കിൽ എൻ്റെ ഉള്ളത്തിൽ അവന് പ്രസാദമില്ല. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ അത്രയാകുന്നു. ജനത്തോട് മുന്നോട്ട് പോകാൻ പറയുക. സ്തോത്രം. മുന്നോട്ട് പോയി വടി മുന്നോട്ട് നീട്ടി ദൈവം ആ കടലിൽ പാത തുറന്നു അല്ലേ? നിങ്ങൾ നോക്കിയ ആ ചിത്രം, ആ ചിന്തയും ചിത്രവും നിങ്ങളുടെ മനസ്സിലേക്ക് വരട്ടെ. പ്രൈസ് ദി ലോർഡ്. 2 ഭാഗത്തേക്കും വെള്ളം വകഞ്ഞു മാറി. ആ ജലം ഒരു മതിലായി നിന്നു. 2 വശത്തും ജലമതിൽ. അതിന് മുകളിൽ ഒരു കൂടാരം പോലെ മേഘം വന്നു നിന്നു. ഒരു ശവപ്പെട്ടി ഉണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു അല്ലേ? ആ ശവപ്പെട്ടിയുടെ അനുഭവത്തിലൂടെ അവർ കടന്നുപോയി അക്കരയെത്തി. തിരിഞ്ഞു നോക്കുമ്പോൾ അവരെ തിരിച്ച് മിസ്രൈമിൻ്റെ അനുഭവത്തിലേക്ക് കൊണ്ടുപോകാൻ വന്ന ഫറവോനും കൂട്ടരും ഈയം പോലെ അതിലേക്ക് താണു. സ്തോത്രം. ചെങ്കടലിൽ നിന്ന് ഫറവോൻ്റെ കാലത്തെ രഥങ്ങൾ, അതിൻ്റെ ചക്രങ്ങളൊക്കെ പുരാവസ്തു ഗവേഷകർ കണ്ടെടുത്തിട്ടുണ്ട് എന്നാണ് എൻ്റെ അറിവ്. സ്തോത്രം. അതും ഒരു സ്നാനമായിരുന്നു. ഇന്ന് പകലിൽ ഞാൻ ഈ വാക്കുകളെ ഇവിടെ നിർത്തുമ്പോൾ പൗലോസിനോട് അനന്യാസ് പറഞ്ഞ അതേ പദം ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. ഇനി താമസിക്കുന്നത് എന്ത്? എഴുന്നേറ്റ് സ്നാനമേറ്റ് നിന്റെ പാപങ്ങളെ കഴുകിക്കളയാം. സ്നാനപ്പെടുന്നവർക്ക് ലഭിക്കുന്ന ഒരുപാട് അനുഭവങ്ങളും അനുഗ്രഹങ്ങളും ബൈബിൾ വ്യക്തമാക്കുന്നു. ഒരു കാര്യം മാത്രം പറഞ്ഞ് ഞാൻ നിർത്താൻ നോക്കട്ടെ. സ്തോത്രം. ഷണ്ണൻ സ്നാനപ്പെട്ടു അല്ലേ? നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നെങ്കിൽ ആകാം. നീ വിശ്വസിക്കുന്നുവെങ്കിൽ അവരിരുവരും യാത്ര ചെയ്യുമ്പോൾ ഇതാ വെള്ളം, ഞാൻ സ്നാനമേൽക്കുന്നതിന് എന്ത് വിരോധമെന്ന് ചോദിച്ചു. നീ വിശ്വസിക്കുന്നെങ്കിൽ ആകാം. അവൻ പറഞ്ഞു, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നു. തേർ നിർത്തുവാൻ കൽപ്പിച്ചു. ഇരുവരും വെള്ളത്തിൽ ഇറങ്ങി അല്ലേ? ഷണ്ണനെ ഫിലിപ്പോസ് സ്നാനപ്പെടുത്തി. ഫിലിപ്പോസിനെ ദൈവത്തിൻ്റെ ആത്മാവ് എടുത്തുകൊണ്ടുപോയി. പക്ഷേ ഷണ്ണൻ്റെ തുടർന്നുള്ള യാത്രയെക്കുറിച്ച് ദൈവാത്മാവ് ഇങ്ങനെ രേഖപ്പെടുത്തി.
അവൻ സന്തോഷിച്ചുകൊണ്ട് തൻ്റെ വഴിക്ക് പോയി. ഹലോ, അവനൊരു സന്തോഷമുണ്ടായി. ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികമായ സന്തോഷം. ആത്മഹത്യ ചെയ്യാൻ വേണ്ടി കാത്തിരുന്ന കാരാഗ്രഹ പ്രമാണിയും കുടുംബവും, കുത്തിച്ചാകാൻ ശ്രമിച്ചിരുന്ന മനുഷ്യൻ കർത്താവായ യേശുവിൽ വിശ്വസിച്ചു. സ്തോത്രം. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അവൻ രക്ഷിക്കപ്പെട്ടു. കാരാഗ്രഹ പ്രമാണിയും കുടുംബവും രക്ഷിക്കപ്പെട്ടു. അതിനുശേഷം ആ രാത്രിയിൽ തന്നെ പോയി അവർ സ്നാനമേറ്റു. ആ രാത്രിയിൽ പോയി അവർ സ്നാനമേറ്റു. നേരം വെളുക്കട്ടെ പിന്നാകട്ടെ എന്ന് മാറ്റിവെച്ചാൽ സമയം ചിലപ്പോൾ കിട്ടിയെന്ന് വരത്തില്ല. നിന്റെ ശ്വാസം എപ്പോൾ പോകുമെന്ന് നമുക്കറിയത്തില്ല. എപ്പോഴാണ് മരണദൂതൻ നിന്നെ കടന്നു പിടിക്കുന്നത് നമുക്കറിയത്തില്ല. പിശാചിൻ്റെ കരാളഹസ്തങ്ങളിൽ നീ അമരുന്നതിന് മുമ്പ്, നാശത്തിൻ്റെ കൂപത്തിലേക്ക് നീ നിപതിക്കുന്നതിന് മുമ്പ് ഞാൻ മനസ്സോടെ തയ്യാറാകുക. ഇനി താമസിക്കുന്നത് എന്ത്? പ്രൈസലോ. കാരാഗ്രഹ പ്രമാണിയും കുടുംബവും കർത്താവിൽ വിശ്വസിച്ചതിൽ വീടടങ്കമായ സന്തോഷം. ശരണം സ്നാനപ്പെട്ടിട്ട് സന്തോഷിച്ചുകൊണ്ട് തൻ്റെ വഴിക്ക് പോയി. ദൈവത്തിന് സ്തോത്രം. എനിക്ക് മറക്കാനാവാത്ത ഒരനുഭവം. ഞാൻ വാഴക്കുളത്തിരിക്കുമ്പോൾ ആളിൻ്റെ പേര് പറയുന്നത് ശരിയല്ലല്ലോ. സ്തോത്രം. ഒരു അപ്പച്ചനും അമ്മച്ചിയും കൂടെ വഴക്കുണ്ടായി. 7 വർഷത്തോളം ഭാര്യയും ഭർത്താവൂടെ പിണങ്ങി താമസിച്ചു. അദ്ദേഹം വാഴക്കുളത്തിന് കുറേ അപ്പുറത്ത് ഒരു സ്ഥലത്ത്, പേര് മറന്നുപോയി, ആ ഒരു സ്ഥലത്താണ് താമസിക്കുന്നത്. തൻ്റെ ഭാര്യ പിണങ്ങി പടിഞ്ഞാറേ കോടിക്കുളം എന്ന് പറയുന്ന തൊടുപുഴയ്ക്കപ്പുറത്ത് ഒരിടത്ത് പോയി താമസിക്കുക. 3 മക്കൾ. സ്വത്രം. അപ്പനും 3 മക്കളും ഇവിടെ, അമ്മ അവിടെ. ആ കുടുംബത്തിൻ്റെ അവസ്ഥ ഒന്ന് ഓർത്ത് നോക്കി. പ്രൈസലോ. ഇവർ കീരിയും പാമ്പ് പോലെ ജീവിക്കുകയായിരുന്നു 7 വർഷം. എന്നാൽ അതിൻ്റെ നടുവിൽ നിന്ന് മൂത്ത മകൻ ജോസ്, അവൻ രക്ഷിക്കപ്പെട്ടു. സ്തോത്രം. അവൻ ഒറ്റയ്ക്ക് വിശ്വാസത്തിലേക്ക് വന്നു. അവൻ മുളക്കട സിയോൺ ബൈബിൾ കോളേജിൽ പഠിക്കാൻ പോയി. അവൻ അവിടെ പോയിരുന്നു പ്രാർത്ഥിച്ചു. അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഈ അച്ചായൻ രക്ഷിക്കപ്പെട്ടു. അദ്ദേഹത്തെ ഞാൻ പുളിക്കായത്ത് കടവിൽ സ്നാനപ്പെടുത്തി. സ്തോത്രം. സ്നാനപ്പെട്ടിട്ട് വന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, ഇനി എനിക്ക് മരിച്ചാലും എനിക്കൊരു ദുഃഖവും ഇല്ല, ഞാൻ യേശുവിൻ്റെ രാജ്യത്തെ കാണും. ഹലോ, എന്ത് സംഭവിച്ചെന്നറിയാമോ? അദ്ദേഹം സ്നാനപ്പെട്ട് ചില ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ തൻ്റെ ഭാര്യ വീട്ടിൽ വന്ന് കരഞ്ഞ് അവർ തമ്മിൽ നിരപ്പ് പ്രാപിച്ചു. മനുഷ്യന് പരിഹരിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ സ്നാനപ്പെടുന്ന ദൈവമക്കൾക്ക് വേണ്ടി ദൈവം പരിഹരിക്കുന്നത് എൻ്റെ ശുശ്രൂഷാനുഭവത്തിലൂടെ ഞാൻ കണ്ടിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ കുടുംബത്തിന് ഇന്നും എന്നോട് ഒരു ഭയങ്കര സ്നേഹമുണ്ട്, ബഹുമാനമുണ്ട്. ഞാൻ പറഞ്ഞത്, ദൈവം ആ കുടുംബത്തെ അനുഗ്രഹിച്ചു. അവരൊരുമിച്ച് ഇന്നും സന്തോഷത്തോടെ ജീവിക്കുന്നു. സഹോദരങ്ങളെ, സ്നാനം ഒരു ചടങ്ങല്ല. ദൈവത്തോട് ചേരാൻ, ക്രിസ്തുവിനോട് ചേരാനുള്ള അഭൗമമായ, സ്വർഗീയമായ, നിസ്തുലമായ, അനുഗ്രഹീതമായ ഒരവസരമാണ് സ്നാനം. ഞാൻ ഇന്ന് പകലിൽ നിങ്ങളോടേവരോടുമായി ചോദിക്കുന്നു, ഞങ്ങളെ കേൾക്കുന്ന ഈ ശബ്ദത്തിലൂടെ, വീഡിയോയിലൂടെ ഞങ്ങളെ കേൾക്കുന്ന സഹോദര സഹോദരി, നിന്നോടുമായി ചോദിക്കുന്നു, നിനക്ക് ഈ സ്നാനം വേണ്ടയോ? വിശ്വാസ സ്നാനം നിനക്ക് വേണ്ടയോ? വിശ്വാസ സ്നാനം അത്യാവശ്യമാണ് എന്നെനിക്ക് ബോധ്യമായി. ഞാൻ സ്നാനപ്പെടാൻ ആഗ്രഹിക്കുന്നു എന്ന് ഹൃദയത്തിൽ നിർണയിക്കുന്നവർ, മനസ്സുകൊണ്ട് സമർപ്പിക്കുന്നവർ, ദൈവസന്നിധിയിൽ നിങ്ങളുടെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചാട്ടെ. സ്നാനപ്പെടാൻ ആഗ്രഹിക്കുന്നവർ തങ്ങളുടെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചാട്ടെ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കരങ്ങൾ ഉയർത്തിപ്പിടിച്ചാട്ടെ. സ്നാനപ്പെടാൻ ആഗ്രഹിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവിന് സ്തോത്രം. മോനെന്താ? ദൈവത്തിന് കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. മോള്, വാട്ട് അബൌട്ട് യു? ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. താതൻ പേർക്കായി സേവ ചെയ്യുകയാ, താതനെ മാനിക്കുവാനായി, താതൻ പേർക്കായി